guests and delegates, with great joy and immense excitation, I feel privileged to extend my warm welcome to all present here for the COVID Protocol Awareness class. Let us begin with prayer. As we know, we are living in the pandemic COVID situation. As people around the world are taking precautions to protect themselves, their families and their communities from COVID-19. It's also important that children can continue to learn and they can do so in an environment that is welcoming, respectful, inclusive and supportive to all. And we have a honored guest for sharing accurate information and science-based about COVID-19 that will help to diminish students' fears and anxieties around the disease and support their ability to cope with any secondary impact in their lives. First of all, I would like to invite Mr. Jinoy Sir, Head of the Department of BBA, for welcoming speech. വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ എത്രയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ജനുവരി 2020 ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. നിർഭാഗ്യവശാൽ ആദ്യത്തെ കേസ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. അതിൽ പിന്നെ ഈ 1.5 വർഷമായിട്ട് നമ്മൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം ഈ കോവിഡ് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഓരോരുത്തരെയും, ലോകത്തിലുള്ള ഓരോരുത്തരെയും ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഒരു മഹാമാരി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസസ് നമ്മുടെ ജില്ലയായിട്ടുള്ള മലപ്പുറത്ത് ആണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിരുന്നാൽ പോലും ഇപ്പോൾ കോളേജൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജീവിതങ്ങൾ പഴയ പോലെ നമ്മൾ ജീവിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കോവിഡിനെ നമുക്ക് മാറ്റി നിർത്തി കോവിഡിനെ വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് പറഞ്ഞു വിടാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് കോവിഡിന്റെ കൂടെ ജീവിക്കുക എന്നതേ നമുക്ക് സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കോവിഡ് പ്രോട്ടോകോൾ അവയർനെസ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ക്ലാസ് നടത്തണം. പ്രത്യേകിച്ച് കലാലയത്തിലെ പുതിയതായിട്ടുള്ള ഒരു തുടക്കത്തിൽ വരുന്നതായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിൻ്റെ ഒരു അവയർനെസ് ക്ലാസ് സംഘടിപ്പിക്കണമെന്ന് ഡിപ്പാർട്ട്മെന്റായിട്ട് ചർച്ച ചെയ്യും. അതിന് ഡിപ്പാർട്ട്മെന്റായിട്ട് ഞങ്ങളൊരു തീരുമാനമെടുക്കുകയും ഞങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ മേധാവിയായിട്ടുള്ള പ്രിൻസിപ്പലിനെ ചെന്ന് സമീപിക്കുകയും സാർ അതിന് പൂർണ്ണമായിട്ടുള്ള സമ്മതം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ ഒരു പ്രോഗ്രാമിന്റെ അധ്യക്ഷനും BBA ഡിപ്പാർട്ട്മെന്റ് എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതുമായത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ മേധാവിയും
എൻ്റെ പ്രിയ അധ്യാപകനുമായ ഡോക്ടർ രാജീവ് തോമസ് സാറാണ്. സാറിനെ എത്രയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു യോഗത്തിന്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ യോഗത്തിൽ നമുക്ക് കോവിഡ് അവയർനെസ് ക്ലാസ് നൽകുന്നതായിട്ടുള്ള ജലീൽ അർണിക്കൽ സാറാണ്. സാറ് നമ്മുടെ ഈ ചുങ്കത്തറയിൽ തന്നെയുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ സീനിയർ സൂപ്പർവൈസർ ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് ആണ്. സാറിൻ്റെ അടുത്ത് പോയി ഈ കാര്യങ്ങൾ പറയുമ്പോൾ സാറ് വളരെ സന്തോഷത്തോടെ ഞാൻ വന്ന് ഇത് പങ്കെടുക്കാനും വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാനും തയ്യാറാണെന്ന് അറിയിച്ചു. അതിനെ തുടർന്ന് സാറിനെ ഇന്ന് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സാറിനെ എത്രയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ യോഗത്തിന് ആശംസ അറിയിക്കുന്നത് പോളിമർ കെമിസ്ട്രി വിഭാഗം മേധാവിയും IPSC കോർഡിനേറ്ററുമായിട്ടുള്ള ഡോക്ടർ ജോൺ TM സാറാണ്. സാറിനെയും എത്രയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്ന് ജലീൽ സാറിന്റെ കൂടെ തന്നെ വന്നിട്ടുള്ളതായിട്ടുള്ള ലിജി തോമസ് ജൂനിയർ പബ്ലിക് ഓഫീസർ, അതേപോലെ സബ്ന, രണ്ട് മേഡന്മാരെയും ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് വോട്ട് ഓഫ് താങ്ക്സ് സമർപ്പിക്കുന്നത് നമ്മുടെ ഈ യോഗത്തിന്റെ സ്റ്റുഡന്റ് കൺവീനർ ആയിട്ടുള്ള ഷാനി ലാലു ആണ്. അതേപോലെ ഒരു കൺവീനറും കൂടെ ഉണ്ട്, അനൂജ്. രണ്ടുപേരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോളേജിലെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഫാക്കൽറ്റീസ് പ്രവർത്തകർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ ബഹുമാനത്തോടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കലാലയത്തിന്റെ പ്രോഗ്രാമുകൾ വിജയമാകുന്നത് ആ കലാലയത്തിൽ പഠിക്കുന്നതായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പാർട്ടിസിപ്പേഷൻ കൊണ്ടാണ്. ഇപ്പം വിവിധ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. എല്ലാവർക്കും നന്ദി. Thank you, sir. Now, I would like to call our respected principal, Mr. Dr. Rajiv Thomas, sir, to inaugurate this program and for the presidential address. Please, sir. BBA ഡിപ്പാർട്ട്മെന്റിന് എൻ്റെ പ്രിയ ജുനൈ സാർ, ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപക സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗിന്റെ റിസോഴ്സ് പേഴ്സണായി വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജലീൽ അർണിക്കൽ, ലിജി തോമസ്, ഷബിന, അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, IPSC കോർഡിനേറ്റർ ഡോക്ടർ ജോർജ് PM, ഏവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ കൂടുന്ന സമയത്ത് നമ്മുടെ സാമൂഹിക അകലം ഇതെല്ലാം ഒരു ഡിസിപ്ലിൻഡ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറുവാൻ ഒരു പരിധി വരെ ഈ കോവിഡ് സഹായിക്കും. നമ്മൾ കോവിഡിനെ അനലൈസ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ ഇതിനെ അനലൈസ് ചെയ്യാം. ഒന്ന്, അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്, അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റും. അപ്പം അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ ഒന്നിനെണ്ണം പറയുകയാണെങ്കിൽ, ഈ മാസ്ക് ധരിക്കുന്നതോടുകൂടി പൊതുവിൽ നമ്മുടെ അലർജി, ജലദോഷം, ചുമ, തുമ്മൽ അങ്ങനത്തെ അസുഖങ്ങൾക്ക് കുറേയധികം മാറ്റം വന്നു എന്നുള്ളത് എൻ്റെ ഒരു ചെറിയൊരു ഒബ്സർവേഷനാണ്. ചെറിയ അസുഖങ്ങൾക്ക് ഓടി ആശുപത്രിയിൽ പോയിക്കൊണ്ടിരുന്ന ഭൂരിപക്ഷം അങ്ങനത്തെ ആൾക്കാർ, അതായത് മാനസികമായ ഒരു സംശയത്തിന്റെ പുറത്ത് അസുഖമുള്ള പല ആൾക്കാരും ചികിത്സകൾ നിർത്തുകയും വീട്ടിൽ തന്നെ വിശ്രമിക്കുകയും ചെയ്ത് അസുഖം മാറിയതായിട്ടും നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഐസൊലേഷന് പോയതിന്റെ ഭാഗമായിട്ട് കുറേയധികം കുറച്ച് പോസിറ്റീവായ കാര്യങ്ങളുണ്ട്, എന്നാൽ വളരെയധികം നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഒരു ഇമ്പാക്ട് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ സോഷ്യോ എക്കണോമിക്, ഈ രണ്ട് രീതിയിൽ നമുക്ക് അതിന്റെ ഇമ്പാക്ട് സ്റ്റഡി ചെയ്യാം. സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട്, അതിന്റെ ഏറ്റവും കൂടുതൽ അത് അനുഭവിച്ച വിദ്യാർത്ഥികളാണ്. കാരണം കുറെ കാലങ്ങളായിട്ട് കുഞ്ഞുങ്ങളടക്കം വീട്ടിൽ കളിക്കാൻ പോകാനൊന്നും പറ്റാതെ വീടിന് 4 ജോലികളിൽ അടഞ്ഞു ഇരുന്ന 3, 4, 5 വയസ്സൊക്കെയുള്ള കുട്ടികൾ അവരുടെ ആ 1.5 വർഷത്തെ അവരുടെ ഒരു മെന്റൽ സ്ട്രഗിൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ആ ഏജിലുള്ള കുട്ടികളെയാണ്. ഇത് ഏറ്റവും കൂടുതൽ. പിന്നെ നമ്മൾ ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന എന്താ പറയുക, അങ്ങനത്തെ മൈക്രോ ലെവൽ ഫാമിലീസ് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റാതെ മാസങ്ങളോളം അതിനകത്ത്
അടഞ്ഞുപോയ ആൾക്കാർ, എന്റെ സമൂഹത്തിൽ താഴെക്കടയിലുള്ള ആൾക്കാർ, അതായത് ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കൂലി വേലയ്ക്കൊക്കെ പോകുന്ന ആൾക്കാർ പണിയില്ലാതെയായി മാസങ്ങളോളം ഇരുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു ഇമ്പാക്റ്റാണ്. അപ്പം സാമൂഹികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോവിഡ് വന്ന ഈ 1.5 വർഷത്തെ ലോക്ക്ഡൌണും നമ്മൾ അന്നത്തെ കാര്യങ്ങൾ, അതായത് ട്രെയിനിലൊക്കെ കയറാനുള്ള മനുഷ്യരുടെ ഇവിടെ നിന്ന് പലായനം ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെയൊക്കെ ചിത്രം 6 മാസമോ 8 മാസം മുമ്പുള്ളത് നമ്മൾ മറന്നിട്ടുണ്ടാവും. അതൊക്കെ ഒരു റിയാലിറ്റി ആയിരുന്നു. വലിയ പലായനമായിരുന്നു. ഡൽഹിയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് 10,000-കണക്കിന് മനുഷ്യര് ജാഥയായിട്ട് നടന്നു പോകുന്നതൊക്കെ നമ്മളൊരു സിനിമ പോലെ ഇരുന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം. ഇപ്പൊ നമ്മൾ ഈ ഹോളിൽ ഇരിക്കുന്ന സമയം. അപ്പൊ ഈ 1.5 വർഷം കൊണ്ട് കോവിഡ് നമ്മുടെ മുമ്പിൽ വരച്ച അല്ലെങ്കിൽ ഒരു പിക്ചറുണ്ട്. അതായത് ഈ ടെക്നോളജിയുടെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാം എന്ന് വിചാരിച്ചിരുന്ന ടെക്നോക്രാറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വലിയ സമൂഹത്തെ എന്താ പറയാ മൈനസിലേക്ക് കൊണ്ടുപോവുകയും നമുക്കൊന്നും ചെയ്യാനില്ല എന്ന അവസ്ഥയിലേക്ക് പാരലൈസ് ആക്കുകയും ചെയ്ത എന്താ പറയാ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാമാരികളിൽ ഒന്നായിട്ട് എന്നും വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറി. ഈ കോവിഡ് ആദ്യം തുടങ്ങിയ സമയത്ത് രാവിലെ നമ്മൾ 6 മണിക്ക് ഒരു വാർത്ത കാണുന്ന സമയത്ത് യൂറോപ്പിലെ മരണനിരക്കുകൾ, അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇറ്റലി, ജർമ്മനി, ലോകത്തെ ഏറ്റവും ഡെവലപ്ഡ് ആദ്യത്തെ 5 രാജ്യങ്ങളിൽപ്പെട്ട രാജ്യങ്ങളിൽ ഓരോ ദിവസത്തെയും ഡെത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിനെ കാണിക്കും. ലക്ഷക്കണക്കിന് ആൾക്കാർ ജർമ്മനിയും ഫ്രാൻസിലും ബ്രിട്ടനിലും മരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് രാവിലെ 6 മണിയുടെ ന്യൂസ് കാണുമ്പോൾ ഞാൻ വളരെ അത്ഭുതത്തോടുകൂടി കേരളത്തിൽ അന്നത്തെ മരണം 100കളാണ്, അല്ലെങ്കിൽ പിന്നെ അത് താഴെയുള്ള മരണമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുന്ന സമയത്ത് അന്ന് ഇന്ത്യയിലെയും കേരളത്തിൽ അന്ന് ഒരു ബിഗിനിങ് സ്റ്റേജ് മരണം വളരെ കുറവാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? അവിടെ ഈ പറയുന്ന സോഷ്യലൈസേഷൻ റെസ്ട്രിക്ഷൻ പാലിക്കാൻ അവർ പഠിച്ചു. കാരണം ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ ഒന്നും പൂർണ്ണമായി അവർ പാലിച്ചില്ല. പാലിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ഈ ക്ലബ്ബുകളൊക്കെ തുറന്നു. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇവിടുത്തെ പോലെ നോക്കാനുള്ള വ്യവസ്ഥത അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ കൂട്ടമായി മരിക്കുക. അപ്പൊ ആ കോവിഡ് ഈ 1.5 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ഇമ്പാക്ട് നിങ്ങൾ വെറുതെ പുറകിലേക്ക് ഒന്ന് നിങ്ങളുടെ വാർത്തകൾ അല്ലെങ്കിൽ പത്രവാർത്തകളെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ നാട്ടില് ലോകമൊട്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ള പരിക്ക് അതീവ ഗുരുതരമാണ്. സാമൂഹികമായിട്ട് ഒറ്റപ്പെടലിന്റെ ഒരവസ്ഥയുണ്ട്. സാമ്പത്തികമായിട്ട് വ്യാവസായിക മേഖല മൊത്തം അടച്ചു പൂട്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ട് എത്രയോ ഇൻഡസ്ട്രീസ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊട ഉണ്ടാക്കുന്ന കമ്പനികൾ, ബാഗ് ഉണ്ടാക്കുന്ന കമ്പനികൾ, നമ്മൾ പിന്നെ മെയ് മാസം ആരംഭിച്ച നല്ല മനോഹരമായ പരസ്യം വരുന്ന കമ്പനികളൊക്കെ 2 കൊല്ലമായിട്ട് നിശ്ചലമാണ്. സിമിലർ ആലോചിച്ചു. ബാഗ് ഉണ്ടാക്കുന്ന കോളേജ് സ്കൂളില്ല, 2 കൊല്ലമായിട്ട് ഈ കമ്പനികളെല്ലാം പൂട്ടിക്കിടക്കുക. നമ്മൾ വെറുതെ നമ്മൾക്ക് ഡേ ടു ഡേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്രയോ എക്കണോമിക് ആക്ടിവിറ്റീസ് പാരലൈസ്ഡ് ആണ്. ഇപ്പൊ നമ്മളിതെല്ലാം തുറന്നു വരികയാണ്. ആ തുറന്നു വരുന്നതിന്റെ ഒരു റിലീഫാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സാമൂഹിക സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്. അത് ഗവൺമെന്റിന്റെയും നമ്മുടെ എല്ലാവരുടെയും ശ്രമത്തിന്റെ ഫലമായിട്ട് മാറി ഒരു നോർമൽ സ്റ്റേജിലേക്ക് നമ്മൾ മാറുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് കടുത്ത നിയന്ത്രണങ്ങളോടുകൂടി കോളേജുകളും സ്കൂളുകളും തുറക്കുകയും മനുഷ്യരുടെ ഇടയിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. എന്താണ്? എല്ലാം ഓക്കെ ആയി, നിങ്ങളെല്ലാവരും പിന്നെ സാധാരണ പോലെ ജീവിച്ചോളൂ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് സ്കൂളുകളൊക്കെ തുറക്കുന്നത്. അപ്പൊ എന്താണ്? കൊച്ചു കുഞ്ഞുങ്ങളെ 1ാം ക്ലാസ് തുറക്കണോ, നമ്മൾ TV ചർച്ച ചെയ്യണം. അപ്പൊ 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ ആ സ്ട്രെസ് എന്താണെന്ന് അവരുടെ അപ്പനമ്മയ്ക്ക് അറിയുള്ളൂ, അല്ലാതെ എനിക്ക് അതറിയില്ല. അപ്പൊ ആ രീതിയിൽ ഗവൺമെന്റ് പല രീതിയിലുള്ള പഠനം നടത്തിയതിനു ശേഷമാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് നമ്മളൊരു എന്താ പറയാ BBA സ്റ്റുഡന്റ് എന്ന രീതിയിൽ കോവിഡ് എങ്ങനെ നമ്മുടെ സമൂഹത്തെ പിന്നെ ബാധിച്ചു എന്ന് വ്യക്തമായി നമുക്കൊരു പിക്ചർ ഉണ്ടാവും. രണ്ടാമതായിട്ട് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നതിന്റെ കാരണക്കാര് അല്ലെങ്കിൽ നമ്മളെ ഇരുത്താൻ പ്രാപ്തരാക്കിയത് നമ്മളോട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്ന കോവിഡ് ബാരിയേഴ്സ് ആണ്. അതായത് നമ്മളെല്ലാവരും വീട്ടിൽ അടച്ചിരിക്കുന്ന സമയത്ത് 24/7 ഇവിടെ ഫീൽഡിൽ വർക്ക് ചെയ്ത ആശാ വർക്കർമാരെ, അംഗനവാടി വർക്കർമാരെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്റെ മകൻ അന്യസംസ്ഥാനത്ത് നിന്ന് ഇവിടെ വീട്ടിൽ ക്വാറന്റൈനിൽ ഇരിക്കുകയാണ്. എല്ലാ ദിവസവും എന്നെ ഒരാൾ വിളിക്കും. അവന്റെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ച് എല്ലാ ദിവസവും എന്നെ വിളിക്കും. ഈ ആശാ വർക്കർമാർ എന്റെ വീട്ടിൽ വന്നിട്ട് സ്ഥിരമായിട്ട് പുറത്തു പോകുന്നുണ്ടോ, മറ്റ് അയൽവീടുകളിലൊക്കെ അന്വേഷിക്കുന്നു. അതായത് നമ്മൾ ആലോചിച്ചു, ആശാ വർക്കർ, അംഗനവാടി ടീച്ചർമാരെന്നൊക്കെ പറയുന്ന
നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താണ ശമ്പളം വാങ്ങുന്ന, സ്ഥിരമായ ശമ്പളമില്ലാത്ത അവരെ പോലത്തെ ആൾക്കാരാണ് കേരളത്തെ അല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കാവുന്ന രീതിയിലേക്ക് ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കുകയും അവിടെ ആർക്കെങ്കിലും ഒരു ലക്ഷണം വന്നാൽ അപ്പോൾ തന്നെ അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുകയും അവരെ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ ആ ഒരു പ്രിക്കോഷണറി മെഷറിലേക്ക് മാറ്റുകയും ചെയ്തത് ഈ കോവിഡ് മുന്നണി പോരാളികൾ എന്ന് പറയുന്ന ഒരു വലിയ ടീമാണ്. ആ ടീമിൽ കേരളത്തിലെ മന്ത്രിസഭയും അതേപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടർമാര്, നഴ്സുമാര്, പാരാമെഡിക്കൽ സ്റ്റാഫ്, അങ്ങനത്തെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ഞാൻ ഒരിക്കലും ഏറ്റവും അസംഘടിതരായിട്ടുള്ള അംഗനവാടി ടീച്ചർമാര്, ആശാവർക്കർ. നിങ്ങൾ വെറുതെ ഇതൊക്കെ വെറുതെ മനസ്സിലാക്കണം. അങ്ങനത്തെ ആൾക്കാരെ നമ്മുടെ നാട്ടിൽ വഹിക്കുന്ന റോൾ എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മാസം 10,000-12,000 രൂപ പോലും ശമ്പളമില്ലാത്ത ആൾക്കാർ നടന്ന് വീട് തോറും കയറി ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ അവരുടെ സ്കൂട്ടറിൽ പെട്രോൾ അടിച്ചിട്ട് ഈ കോവിഡുകൾ വീടുകൾ മുഴുവൻ കയറി ഇറങ്ങുകയാണ്. ഇതിനാണ് ബോധവൽക്കരണം അല്ലെങ്കിൽ ഇതിൽ പുറത്തു പോകുന്നത് റെസ്ട്രിക്ട് ചെയ്യാൻ തടയുക. അപ്പൊ ഈ കോവിഡ് വാരിയേഴ്സ് അവരെ നമ്മൾ പ്രത്യേകമായി അനുമോദിക്കുകയും അവരുടെ ഒരു റോൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ രീതിയിൽ പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് മീൻസ് ഇത് അസുഖമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇരിക്കുവാൻ നമുക്ക് ഇടയായത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഈ സമയത്ത് അനുസരിക്കണം, നമ്മൾ അനുസ്മരിക്കണം. ഇപ്പൊ കോവിഡ് വാരിയേഴ്സിനെ കണ്ടിലായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു കൈ അടിച്ചുകൊണ്ട് ഈ വന്നിരിക്കുന്ന 3 ആൾക്കാരെ നമുക്ക് അനുമോദിക്കാൻ ഈ അവസരം ഉപയോഗിക്കാമെന്ന് നമുക്ക് പറയാനുള്ളത്. അവർക്ക് ആദരവാണ്. എന്നാൽ അവര് അന്ന് ഇതേപോലെ ജോലി ചെയ്ത് ഞാൻ ഈ ഷബിന മാഡത്തെ പലതവണ പോയി കണ്ടിട്ടുണ്ട്, പല ആവശ്യത്തിന്. അതായത് നിന്ന് തിരിയാൻ സമയമില്ലാതെ 100 കണക്കിന് ഫോൺ കോളുകളും കാര്യങ്ങളെല്ലാം ചെയ്തൊരു പബ്ലിക് THC ആ കാര്യങ്ങൾ 24/7 ഓടി നടന്ന അവരെ അംഗീകരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. പിന്നെ നമ്മൾ കേരളത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് കേരളത്തിൽ ഇത് വളരെ കുറവായിരുന്നു. ഇപ്പോഴും നമ്മൾ കേരളത്തിൽ കോവിഡ് പോസിറ്റീവ് ഉണ്ടെങ്കിലും ഇപ്പോൾ മരണം കുറവാണ്. നമ്മൾ HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന സാധനമാണ്. ഇത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യ അവിടുത്തെ ലൈഫ് അതിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മെഷർ ചെയ്യുന്ന ഇന്റർനാഷണൽ ഒരു സ്റ്റാൻഡേർഡാണ്. അതായത് ലോകത്തെ ഏറ്റവും വലിയ ഡെവലപ്ഡ് രാജ്യങ്ങളായ നോർവേയോ ഫിൻലൻഡിന്റെ തുല്യമായ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഉള്ളൊരു സംസ്ഥാനമാണ്, ഒരു ഏരിയയാണ് കേരളം. അതുകൊണ്ടാണ് കേരളം ഈ കോവിഡിനെ അതിജീവിച്ചു. കേരളം ഒരു സമയത്ത് നമ്പർ 1 ഓഫ് ദ കൺട്രി, പക്ഷെ അപ്പോഴും ഡെത്ത് റേറ്റ് 100 മാത്രമേ ഉണ്ടായി. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മരിച്ചത് ഭൂരിപക്ഷം ആൾക്കാർ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർ. ആ അസുഖം കോവിഡും കൂടെ വന്നതുകൊണ്ട് മരിച്ചവരാണ്. അപൂർവം ആൾക്കാർ മാത്രമേ ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ കോവിഡ് ബാധിച്ച് മരിച്ചവര് വളരെ കുറച്ച് പേര് മാത്രമേ. അപ്പൊ മെഡിക്കൽ സിസ്റ്റം ഇത്രയും സുശക്തമായ ഒരു സംസ്ഥാനം ഇന്ത്യയിൽ എവിടെയുമില്ല. അത് നമ്മൾക്ക് എന്താ പറയാ, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള മുഴുവൻ ഗവൺമെന്റുകളുടെയും കഠിനമായ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയും ശക്തമായ ഒരു മെഡിക്കൽ സിസ്റ്റം ഉള്ളത്. പ്രൈമറി ഹെൽത്ത് സെന്റർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ മോഡേൺ ഫെസിലിറ്റീസും ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയത് നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ ആയിരക്കണക്കിന് കോടി രൂപ മുടക്കിയതിന്റെ ഫലമാണ് കേരളത്തിൽ ഇന്ന് നമ്മൾ ഇതിനെ വളരെ ശക്തമായി നേരിടുവാൻ നമുക്ക് ഇടയായത് എന്നുള്ള ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കാം. ഗവൺമെന്റിന്റെ റോള് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും നമ്മൾ ടിവിയിൽ കണ്ടതുപോലെയുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായില്ല എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകതയാണ് എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കാം. മൂന്നാമതായിട്ട് അവയർനെസിന്റെ പ്രാധാന്യം. അത് നമ്മൾ ആ തുടങ്ങിയ സമയത്ത് തന്നെ ബ്രേക്ക് ചെയ്തിട്ടുള്ള പല മോട്ടോഴ്സും വന്നു. അപ്പൊ അതങ്ങനെ ഓരോരോ മോട്ടോഴ്സ് ഗവൺമെന്റ് ചെയ്യുന്നു, അത് നമ്മളിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നു. അപ്പൊ ഇതിന് അവയർനെസ് മാത്രമേ നമുക്ക് പരിഹാരമുള്ളൂ. നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക, അതനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. അവയർനെസിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ BBA ഡിപ്പാർട്ട്മെന്റിന്റെയും HOD ബിനോയിനെയും നിങ്ങൾ ഈ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും കോളേജിന്റെ പേരിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കും. പിന്നെ നമ്മുടെ റോൾ എന്താ, വിദ്യാർത്ഥികൾ. നമ്മുടെ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മൾ ഈ കോളേജിൽ പഠിക്കാൻ ഫൈനൽ ഇയർ വന്നിരിക്കുന്ന കുട്ടികളാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിലൊക്കെ വന്നു പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ പോസിറ്റീവായി മാറിയാൽ നിങ്ങളുടെ വീട് 1 മാസത്തേക്ക് ബ്ലോക്ക് ആവുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേരന്റിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാൾക്ക് വേറെവിടെയും പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഈ കോളേജിൽ വന്ന് ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ പങ്കെടുത്ത് പോകുമ്പോൾ കഴിയുന്നിടത്തോളം നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും ക്വാറന്റൈനിലേക്ക് പോകും. നിങ്ങളുടെ വീട്ടിൽ
നിങ്ങളുടെ പേരൻസും സഹോദരന്മാരും ക്വാറന്റൈനിലേക്ക് പോയി. അവരുടെ ഉപജീവന മാർഗം ഓട്ടോറിക്ഷ വിളിക്കുക അല്ലെങ്കിൽ ജോലിക്ക് പോവുകയും ചെയ്യാൻ പറ്റാതെ അവരൊരു മാസം വീട്ടിൽ ബ്ലോക്കായി പോകും. അപ്പൊ നമ്മൾ ഒരാളുടെ അശ്രദ്ധ മൂലം ചിലപ്പം ആ ക്ലാസ്സിലുള്ള 25 കുട്ടികളും ഇതിലേക്ക് പോവാം പ്ലസ് ഇവരുടെ എല്ലാം ഫാമിലികളും എന്ത് ചെയ്യപ്പെടുകയാണ്. അതൊക്കെ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്. ഒരു അസുഖം വന്നാൽ, ഒരു പനി വന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മളെ മാത്രമേ ബാധിക്കൂ. ഈ അസുഖത്തിന്റെ പ്രത്യേകത എന്താണ്? സമൂഹത്തെ മൊത്തം ആരോഗ്യത്തെ ബാധിക്കുന്നതിനൊപ്പം നമ്മളെ ഒറ്റപ്പെടുത്തുകയും നമുക്ക് വേറൊരു പ്രവൃത്തിയും ചെയ്യാൻ പോകാൻ പറ്റാതെ നമ്മുടെ സമൂഹത്തിന്റെ സാമ്പത്തിക അടിത്തറയിൽ തന്നെ നിശ്ചലമാക്കിയ ഒരു വലിയ മഹാമാരിയിൽ നിന്ന് നമ്മൾ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് അതിജീവിച്ച് ഈ മാസ്ക് ഒന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയി നടക്കാവുന്ന ഒരു കാലത്തേക്ക് നമുക്ക് എല്ലാവർക്കും എത്താൻ ഇടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. Thank you, sir. Now I invite Mr. Joe, sir, IQC coordinator, to deliver felicitation. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് തോമസ് സാർ, നമ്മളുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി മിസ്റ്റർ ജലീൽ അരവിന്ദൻ സാറ്, അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഹെൽത്ത് സെൻ്ററിലെ ഉദ്യോഗസ്ഥർ, നമ്മുടെ BBA ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ജിനോ ജോർജ്, എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്താം എന്ന് പറഞ്ഞ് നമ്മളൊരു ആശയമായി മുന്നോട്ട് വരികയുണ്ടായി. എന്തുകൊണ്ട് അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് BBA മാത്രം നിൽക്കാതെ കോളേജിലെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്താം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആശയത്തെ ഒന്ന് രൂപമാറ്റം ചെയ്യുകയും അതിൽ 5 കുട്ടികൾ വീതം അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ കോളേജിലെ മൊത്തം ഈ അവയർനെസ് ക്ലാസ്സിൻ്റെ ഗുണഭോക്താക്കളായി മാറ്റാമെന്ന ആശയത്തോടുകൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇന്നിവിടെ നടത്തുന്നത്. അതിന് നമുക്ക് എല്ലാവിധ സഹായവും നമ്മളുടെ ഹെൽത്ത് സെൻ്ററിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഇന്നിവിടെ വന്നുകൂടിയുള്ള സാധനങ്ങൾ ചെയ്തു തരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും BBA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വേറൊരു ആക്ടിവിറ്റി കൂടി പബ്ലിക് ഹെൽത്തിന് വേണ്ടി നടത്തും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കോളേജ് തുറന്ന് 4-ാം തീയതി കോളേജ് തുറന്ന് 7-ാം തീയതി തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് കോളേജിൽ ഓർഗനൈസ് ചെയ്ത് ഒരു അവബോധം സൃഷ്ടിക്കാനായിട്ട് നേതൃത്വം നൽകിയ BBA ഡിപ്പാർട്ട്മെൻറ്റിന്, അതുപോലെ തന്നെ കോളേജിന് അനുവാദം നൽകിയ കോളേജിലെ പ്രിൻസിപ്പളിനോടും ഞങ്ങൾ നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ BBA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റിയുടെ ഉദ്ഘാടനം കൂടിയാണ്. അപ്പോൾ BBA ഡിപ്പാർട്ട്മെൻറ്റിന് ഇതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകൾ അധ്യാപകരും വിദ്യാർത്ഥികളും നടത്തുന്ന സംഘത്തിനോട് ഒപ്പം നിന്ന് കോളേജിലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കുട്ടികളും ചേർന്ന് നിന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഗ്രാമുകളും ഇതുപോലെ സക്സസ്ഫുള്ളായി നടത്തി നമ്മുടെ സൊസൈറ്റിക്ക് ഒരു മാതൃകയാവുന്ന തരത്തിൽ ഇങ്ങനെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും. അത് നമ്മളുടെ ഇൻഫ്ലുവൻസ് സൊസൈറ്റിയിൽ കണക്കി ഇപ്പോൾ ഈ ഒരു അവയർനെസ് പ്രോഗ്രാം കൊണ്ട് പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ചുറ്റുപാടുമുള്ള എല്ലാവരിലേക്കും നമ്മളുടെ ശ്രദ്ധ എത്തിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഭാവിയിൽ എന്തൊക്കെ അപകടങ്ങൾ ഒഴിവാക്കും, അത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഇങ്ങനെ നടത്തുന്ന BBA ഡിപ്പാർട്ട്മെൻറ്റ് കോളേജിന് ഒരിക്കൽ കൂടി ആശംസ അർപ്പിക്കുന്നു. ഇനിയും ഇതുപോലുള്ള എല്ലാ പ്രോഗ്രാമുകളും നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നത് എൻ്റെ വർദ്ധമാണ്. Thank you, sir. I am profusely elected to take an opportunity to invite our chief guest, Mr. Jalil sir, Health Supervisor from Government Community Health Center, Chugatra, for the session of COVID Protocol Awareness class. Please, sir. ജോർജ, ജിനോയ്സ, ഷാനികരമാണ്, മറ്റു എൻ്റെ സഹപ്രവർത്തകരെ, അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികൾ, നേരത്തെ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യ ബോധവൽക്കരണ
യഥാർത്ഥത്തിൽ കേരളമായത് തന്നെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇവിടെ കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ലോകത്തിന് മാതൃകയാകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചൊരു സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു എന്നോട് സൂചിപ്പിച്ചു. ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ അഭിമാനത്തോടെയും എന്നാൽ ഒട്ടും അഹങ്കാരമില്ലാതെയും പറയുകയാണ്, അത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരുപറ്റം ജീവനക്കാരുടെ മാത്രം മികവല്ല, മറിച്ച് അവര് നടത്തുന്ന ഇടപെടലുകളിൽ നമ്മുടെ സമൂഹത്തിന്റെ ആകമാനമുള്ള പങ്കാളിത്തത്തിന്റെ കൂടി മികവാണ് എന്ന് അഭിമാനപൂർവ്വം തന്നെ ഞാൻ ഈ സമയത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ സമൂഹത്തെ സജ്ജീകരിക്കുന്നതിൽ സജ്ജമാക്കുന്നതിൽ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്തരം ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി മനസ്സ് കാണിച്ചിട്ടുള്ള ഈ സ്ഥാപനത്തിലെ പേരെടുത്ത് പറയുന്നില്ല മുഴുവൻ അധികാരികളും, പ്രിൻസിപ്പൽ ഉൾപ്പെടെ താഴേക്കുള്ള മുഴുവൻ അധികാരികളോടും വിദ്യാർത്ഥികളോടും ആരോഗ്യ വകുപ്പിനുള്ള കടപ്പാട് അറിയിക്കുകയാണ്. ഈ സദസ്സിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയത് ഞാൻ ഏറെ സന്തോഷിക്കുകയും ചെയ്യാണ്. ഞാൻ രണ്ട് കാര്യങ്ങളിൽ ക്ഷമാപണം നടത്തിക്കൊണ്ട് എൻ്റെ പ്രസംഗം തുടങ്ങാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു 2019 ഡിസംബർ മാസത്തിലാണ് COVID-19 എന്ന രോഗത്തിനെ സംബന്ധിച്ചുള്ള പ്രാഥമികമായ റിപ്പോർട്ടുകൾ ലോകത്തിന് ലഭിക്കുന്നത്. ഏതാണ്ട് 2 വർഷം പൂർണ്ണമായിട്ടില്ല. ഒരു രോഗത്തിന്റെ ചരിത്രത്തിൽ 2 വർഷം കൊണ്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വിവരങ്ങൾ, അറിവുകൾ എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ആയി നമുക്ക് തിരുത്തി പറയേണ്ടി വരും. പക്ഷെ എങ്കിലും ഇന്ന് നമുക്ക് ലഭ്യമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് രോഗത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിൽ വയ്ക്കണം. അപ്പൊ ആ നിലയ്ക്ക് ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നാളെ എനിക്ക് തിരുത്തി പറയേണ്ടി വരും, എനിക്ക് തന്നെ തിരുത്തി പറയേണ്ടി വരുമെന്ന് ഞാൻ ക്ഷമാപണമായിട്ട് ആദ്യമായിട്ട് സൂചിപ്പിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി 6 മണിക്കൂർ പത്രസമ്മേളനം നടത്തി കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ ദിവസത്തെയും അപ്ഡേറ്റുകൾ പുറത്തുവിടാറുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ഓഫീസുകളിൽ നിന്ന് ഞങ്ങളുടെ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സമയമായിരുന്നു. രാവിലെ 8 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ 9 മണിക്ക് മുമ്പേ എനിക്ക് ഡ്യൂട്ടിക്ക് ഹാജരാവാൻ വേണ്ടി പറ്റുള്ളൂ. അതിനു മുമ്പ് ആവശ്യക്കാരൻ ഔചിത്യമില്ല എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്ക് എപ്പോഴും ഒഴിവ് സമയമായിരിക്കും എന്ന് കണ്ട് മിക്കവാറും ആളുകളുടെ ഫോൺ കോളുകൾ ഞങ്ങൾക്ക് വരാറുള്ളത് വൈകുന്നേരം 7 മണിക്ക് ശേഷം രാവിലെ 8 മണിക്ക് മുമ്പേയുള്ള സമയത്താണ്. പല ദിവസങ്ങളിലും പത്രങ്ങൾ പോലും വായിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ എന്നേക്കാൾ കൂടുതൽ ഈ കാര്യങ്ങളെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്ത ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് 4 or 5 കുട്ടികളെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവരും കൂടി ഇടപെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ക്ലാസ് പൂർണ്ണമാവുക എന്നുള്ളതാണ് എനിക്ക് രണ്ടാമത് പറയാനുള്ള ഒരു കാര്യം. എന്നോട് സൂചിപ്പിച്ചു, ലോകത്ത് ആകമാനം ഇതിനകം രോഗം പടർന്നു പിടിച്ചതിനെ കുറിച്ച് ഏതാണ്ട് ഇന്നലത്തെ രാത്രിയിലെ ഒരു കണക്ക് പ്രകാരം ലോകത്തെ 23,70,00,000-ത്തിലുമധികം ആളുകൾക്ക് ഇതിനകം തന്നെ കോവിഡ് രോഗം പടർന്നു പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 23,70,56,442 പേർക്ക് രോഗം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 48 ലക്ഷത്തിലധികം ആളുകളാണ് ഇതിനകം രോഗം പിടിപെട്ട് മരിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ഈ രോഗം പടർന്നു പിടിക്കാൻ തുടങ്ങിയതിൽ ഏറ്റവും അവസാനം പടർന്നു പിടിക്കാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. എന്നാൽ ഇന്ന് ലോകത്ത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു രാജ്യമായി നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു. ഏതാണ്ട് 3,38,00,000-ത്തിലധികം ആളുകൾക്ക് ഇതിനകം രോഗം പടർന്നു പിടിക്കുകയും
4 ലക്ഷത്തിലുമധികം ആളുകൾ, 4,49,000-ത്തിലധികം ആളുകൾ നമ്മുടെ രാജ്യത്ത് കോവിഡ് രോഗം പിടിപെട്ട് മരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മള് ആദ്യകാലങ്ങളോട് സൂചിപ്പിച്ച പോലെ രോഗത്തിന്റെ പകർച്ചയെക്കുറിച്ച് നമ്മൾ ആരുടെങ്കിലും സംവദിക്കുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും ഒക്കെ പലപ്പോഴും ഞങ്ങൾ ഉദാഹരിച്ചിരുന്നത് ചൈനയുടെ രോഗപകർച്ചയെ സംബന്ധിച്ചാണ്. ചൈനയിലാണ് ഈ രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആദ്യം ദ്രുതഗതിയിൽ തന്നെ രോഗം പകർന്നു പിടിക്കാൻ തുടങ്ങിയതും ചൈനയിലാണ്, ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന നഗരത്തിലാണ്. അന്ന് ചൈനയിൽ പടർന്നു പിടിക്കുന്നതിന്റെ കണക്കുകളെ സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വന്ന ഈ ക്ലാസ്സിന് അതിന് പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി പലപ്പോഴും ഞങ്ങൾ ഉദാഹരിച്ചത്. എന്നാൽ ഇന്നത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 വർഷക്കാലത്തേക്ക് ചൈനയിൽ ഏതാണ്ട് 96,310 പേർക്കാണ് കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ ഒരു ദിവസം മാത്രം നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് രോഗികളുടെ എണ്ണം 22,617 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ചൈനയിലുണ്ടായ കോവിഡ് രോഗികളുടെ എണ്ണത്തിന്റെ അത്രയും എണ്ണം രോഗം നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കേവലം 4 ദിവസം മാത്രമേ ഇപ്പോൾ ആവശ്യമായിട്ടുള്ളൂ. ഒരു ഘട്ടത്തിൽ 1.5 ലക്ഷത്തിലധികം ആൾക്ക് രോഗം പടർന്നു പിടിച്ചിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. പക്ഷെ ഇപ്പോൾ പോലും കേവലം 4 ദിവസം കൊണ്ട് മാത്രം ചൈനയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗത്തിന്റെ കൂടുതൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യമായി നമ്മുടെ രാജ്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള യാത്ര മുമ്പിലുണ്ട്. 4,600-ഓളം വരുന്ന ആളുകൾക്കാണ് ചൈന രോഗം വിഭജിച്ചത്. ഇങ്ങനെ ഇത് രണ്ടും കൂടെ ഉദാഹരിക്കാൻ കഴിയുന്ന കാരണം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ രോഗത്തെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ചൈന എന്ന് സൂചിപ്പിക്കാനാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രോട്ടോകോൾ സംബന്ധിച്ച ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തും ഇതുവരെയായി ഏതാണ്ട് 47 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇതിനകം തന്നെ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും 25,000-ത്തിലധികം ആളുകൾ കോവിഡ് രോഗം പിടിപെട്ട് മരിക്കുകയും ചെയ്ത സാഹചര്യമുള്ള സംസ്ഥാനമാണ്. ഇങ്ങനെ രോഗം പടർന്നു പിടിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം കേരളമാണ്. അവിടെ സൂചിപ്പിച്ചു ഡിസംബർ മാസം 30-ാം തീയതിയാണ് ചൈനയിലെ വുഹാനിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നതെങ്കിൽ 2020 ജനുവരി മാസം 30-ാം തീയതി തന്നെ ആദ്യമായി കേരളത്തിൽ ചൈനയിലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ പോയ വിദ്യാർത്ഥികളിൽ നിന്ന് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേവലം 1 മാസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ കേരളത്തിൽ രോഗം റിപ്പോർട്ട് ചെയ്തു. ഭാഗ്യവശാൽ കേരളത്തിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഇന്ത്യയിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ് എന്നുള്ളത് ഇന്ത്യയുടെ ഭാഗ്യം എന്നാണ് ഞങ്ങൾ അഹങ്കരിച്ചിരുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട 2-3 വിദ്യാർത്ഥികൾക്ക് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെങ്കിലും ഒരാൾക്ക് പോലും രോഗം പടർന്നു പിടിക്കാതെ നമുക്ക് സൃഷ്ടിക്കാൻ എങ്ങനെയാണ് നമ്മൾ സൃഷ്ടിക്കാണിച്ചത്? അവിടെയാണ് നേരത്തെ പ്രിൻസിപ്പൽ സാർ ഉദ്ഘാടന സൂചിപ്പിച്ചതുപോലെ അന്ന് നമ്മൾ മുന്നോട്ട് വെച്ചൊരു മുദ്രാവാക്യമാണ് ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്ന മുദ്രാവാക്യ സന്ദേശം. ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വെച്ചൊരു സന്ദേശമാണ് ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്ന സന്ദേശം. ഈ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്ന സന്ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ അതിന്റെ ഭാഗമായി നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ എന്ത് എന്ന് നമ്മൾ ആലോചിച്ചാൽ അത് തന്നെയാണ് നമ്മൾ ഇന്നും തുറന്നു വരുന്ന കോവിഡ് പ്രോട്ടോകോൾ എന്ന് തന്നെ എനിക്ക് പറയേണ്ടത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്ന സന്ദേശവുമായി ബന്ധപ്പെട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. അത് ചുരുക്കത്തിൽ SMS നമ്മൾ പറയാറുണ്ട്. ഒന്നാമത്തെ സാമൂഹിക അകലം പാലിക്കുക എന്നതാണ്. ഒരുപക്ഷെ കോവിഡ് രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന സന്ദേശവും തന്നെയാണ് സാമൂഹിക അകലം പാലിക്കുക എന്നത്. കോവിഡ് രോഗം ഉണ്ടാക്കുന്നത് നോവൽ കൊറോണ വൈറസ് എന്ന് പറയുന്ന വൈറസ് മൂലമാണ് എന്ന് നമുക്കറിയാം. ഈ വൈറസ് നമ്മൾ സംസാരിക്കുമ്പോഴും തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ നമ്മുടെ കഫത്തിലൂടെയാണ് രോഗിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇങ്ങനെ പുറത്തു വരുന്ന ചുമയ്ക്കുമ്പോഴോ മറ്റേ പുറത്തു വരുന്ന കഫത്തിലൂടെ ഏതാണ്ട് 1.5 മീറ്റർ 6 അടി അകലം വരെ തെറിച്ചു വീഴാമെന്നുള്ളത് കൊണ്ട് ആ 5 അടി അകലം വരെ തെറിച്ചു വീഴാമെന്നുകൊണ്ട് 5 അടിക്ക് മുകലം 6 അടി അകലം പാലിച്ചുകൊണ്ട് മാത്രമേ മറ്റുള്ളവരുമായി ഇടപെടാൻ പാടുള്ളൂ എന്നായിരുന്നു നമ്മൾ അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ച കാര്യം. അതായിരുന്നു SMS-ന്റെ ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വ്യക്തിയിൽ നിന്ന് 1.5 മീറ്റർ അകലം പാലിച്ചുകൊണ്ട് മാത്രം നമ്മൾ അദ്ദേഹവുമായിട്ട് ഇടപെടുന്നത്. അതിന്റെ ഭാഗമായി
നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. ഇപ്പൊ പലപ്പോഴും നമുക്കത് മറന്നുപോയി, പലരും അത് മറന്നുപോയി. നമ്മുടെ എന്തെങ്കിലും ഒരു അവശ്യ വസ്തു വാങ്ങാൻ വേണ്ടി ഒരു ചില കടകളിലോ മറ്റോ കടകളിലോ പോയി കഴിഞ്ഞാൽ അവിടെ വരുന്ന ഗുണം ഉപഭോക്താക്കളെ സംബന്ധിച്ചോളം ആ ഉപഭോക്താക്കൾ സാമൂഹിക അകലം പാലിക്കുന്നതിന് ആവശ്യമായ നിർബന്ധം ആരോഗ്യത്തിലെ ജീവനക്കാർ മാത്രമല്ല നമ്മുടെ വ്യാപാരികൾ പോലും കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിന് അവിടെ കടകൾക്ക് മുമ്പിൽ, കടകളിലെ അകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടി കടകൾക്ക് മുമ്പിൽ നമ്മൾ കയറ് കെട്ടി വടംവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, ഇത് നമുക്ക് സന്ദേശമാണ്. നമ്മുടെ കോളേജിലേക്ക് ആവശ്യമില്ലാത്ത ആളുകളെ പ്രവേശിപ്പിക്കരുത് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലെ മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തന്നെ ആളുകൾ പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ കടക്കകത്ത് വന്നിട്ട് അവർ തന്നെ സ്വയം സാധനങ്ങൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊന്നും പാടില്ല എന്ന് നിഷ്കർഷിക്കൊണ്ട് അവരെ കടകൾക്ക് അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വടം കെട്ടി, കയറ് കെട്ടി അവരെ പുറത്തിരുത്തുന്ന സാഹചര്യം ഉണ്ടായി. പുറത്ത് ക്യൂ നിൽക്കുന്ന ആളുകൾ 1.5 മീറ്റർ അകലം പാലിച്ചുകൊണ്ട് ക്യൂ നിൽക്കാൻ വേണ്ടി 1.5 മീറ്റർ അകലത്തിൽ അടയാളങ്ങൾ രേഖപ്പെടുത്തി നമ്മൾ കണ്ടു അല്ലേ? 1.5 മീറ്റർ അകലത്തിൽ ചതുരങ്ങൾ വെച്ചുകൊണ്ട് ആ ചതുരത്തിൽ നിന്നുകൊണ്ട് വേണം അവര് ക്യൂ നിൽക്കാൻ എന്ന് നിഷ്കർഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ സാമൂഹിക അകലം പാലിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ കേരളീയ സമൂഹം ഒന്നടങ്കം ഈ സന്ദേശം ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടാണ് കോവിഡ് രോഗത്തിൽ നമുക്ക് ആദ്യഘട്ടത്തിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ 1.5 മീറ്റർ അകലം പാലിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ നമ്മുടെ തെരുവോരങ്ങളിൽ പോലും ഏർപ്പെടുത്തുന്ന സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നൽകാനുള്ള ഒന്നാമത്തെ സന്ദേശം തന്നെയാണ് സാമൂഹിക അകലം പാലിക്കുക എന്നത്. രണ്ടാമത്തത് കൈകൾ സാനിറ്റൈസർ ഉപയോഗിക്കുക, ശുചിയാക്കുക. സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സോപ്പും വെള്ളം ഉപയോഗിച്ചുകൊണ്ടോ സാനിറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ ശുചിയാക്കുക എന്നാണ് നമ്മൾ മുമ്പിൽ പിടിച്ച രണ്ടാമത്തെ സന്ദേശം. അതിന്റെ ഭാഗമായി നമുക്ക് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ എല്ലായിടത്തും ബസ് സ്റ്റാൻഡുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ, മറ്റു അങ്ങാടികളിലൊക്കെ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ ക്ലബ്ബ് പ്രവർത്തകർ അല്ലെങ്കിൽ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ ഒരുപക്ഷെ മത്സര ബുദ്ധിയാൽ തന്നെ നമ്മുടെ തെരുവോരങ്ങളിൽ കൈകൾ ശുചിയാക്കാൻ ആവശ്യമായ സോപ്പും വെള്ളവും അല്ലെങ്കിൽ സാനിറ്റൈസറും വയ്ക്കുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടതാണ് നമ്മൾ. ലോകത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കേരളീയ ഒന്നടങ്കം വീണ്ടെടുക്കുന്ന കാഴ്ചയായിരുന്നു നമുക്കന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞത്. നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ സോപ്പും വെള്ളവും അല്ലെങ്കിൽ സാനിറ്റൈസർ വയ്ക്കുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലത് കണ്ടു. നമുക്ക് കൊടുക്കാനുള്ള രണ്ടാമത്തെ സന്ദേശം അതാണ്, കൈകൾ കൂടെ ശുചിയാക്കുക എന്നത്. മൂന്നാമത്തത് മാസ്ക് ധരിക്കുക എന്നുള്ള സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. മാസ്ക് ധരിക്കുക എന്ന സന്ദേശങ്ങൾക്ക് ബ്രേക്ക് ചെയിൻ എന്ന് പറയുന്ന ബോധവൽക്കരണ സന്ദേശത്തിന്റെ ഭാഗമായി അത്തരം ഉദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ എന്താണ് മാസ്ക് എന്ന് പോലും കേരളീയ സമൂഹത്തിന് അറിയുമായിരുന്നില്ല. അതൊക്കെ സർജിക്കൽ വാർഡുകളിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലോ മാത്രം ഡോക്ടർമാരെ മാത്രം ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അതിന്റെ ആശുപത്രി ജീവനക്കാർ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവായിരുന്നു അതുവരെ മാസ്ക് എന്ന് പറയുന്നത്. എന്നാൽ എങ്ങനെയാണ് മാസ്ക് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി സമൂഹത്തെ പഠിപ്പിക്കാനും അത് സ്വയമേവത്തിന്റെ സമൂഹം ഒന്നടങ്കം വീണ്ടെടുക്കുന്നത് നമ്മൾ കണ്ടു. അന്ന് നമ്മുടെ മാസ്ക് ധരിക്കുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമുക്കതൊക്കെ മാറി. ഇപ്പൊ നിങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മാസ്ക് ധരിക്കുന്നത് താടിക്ക് താഴെയാണ്. അന്ന് എങ്ങനെയാണ് മാസ്ക് ധരിക്കേണ്ടത്? നമ്മുടെ മൂക്കും വായും കീഴ്ത്താടിയും മൂടിക്കൊണ്ട് വേണം നമ്മൾ മാസ്ക് ധരിക്കാൻ എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ കീഴ്ത്താടിയും അതുപോലെ തന്നെ മുഖവും മൂക്കും വായും മൂടിക്കൊണ്ട് കൃത്യമായിട്ട് മാസ്ക് ധരിക്കാൻ എന്ന സമൂഹം ഒന്നടങ്കം തയ്യാറായി. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട 3 പേരിൽ നിന്ന് 4ാമതൊരാൾക്ക് രോഗം പടർന്നു പിടിക്കാതെ ഈ കേരളത്തിന് കോവിഡ് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞത്. അന്ന് ലോകമാകമാനമുള്ള വാർത്താ മാധ്യമങ്ങൾ കേരളത്തെ വലിയ രീതിയിൽ പുകഴ്ത്തുന്ന സാഹചര്യം നമുക്കുണ്ടായി. ലോകത്തിന് മുമ്പിൽ നമ്മൾ ഏറെ പ്രകീർത്തിക്കപ്പെട്ട സാഹചര്യമാണ്. അതിന്റെ ഭാഗമായി രോഗത്തെ നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടോ തുടർന്ന് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായപ്പോഴേക്കും നമ്മുടെ അലംഭാവത്തിലേക്ക് പോയി. ഈ അലംഭാവത്തെ മുതലെടുത്തുകൊണ്ട് കേരളത്തിൽ പിന്നീട് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ നെറ്റിൽ ഇന്ന് വന്നിട്ടുള്ള കക്ഷിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്നെ പറയുന്നില്ല. കേരളത്തിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാമൂഹ്യ വ്യാപനത്തിലേക്കും കേരളം വളരെ പതുക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് നമ്മള് കൃത്യമായിട്ട് അന്ന് തന്നെ ഒരു മുൻകരുതൽ കൊടുക്കുന്ന സമൂഹത്തോട് ഏതൊരു പകർച്ചവ്യാധി രോഗത്തിനും ഏറ്റവും പടർന്നു പിടിക്കാൻ അനുയോജ്യമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. എന്താണ് സാഹചര്യം?
ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഒരുപക്ഷെ ചൈനയായിരിക്കാം. പക്ഷെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നത് കേരളമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു പകർച്ചവ്യാധി രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പടർന്നു പിടിക്കാൻ കേവലം മിനിറ്റുകളോ മണിക്കൂറുകളോ മാത്രം മതിയാകും. അത്രയും ജനസാന്ദ്രമായ ഒരു പ്രദേശത്തെ രോഗം പടർന്നു പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോകും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഞാനത് കൂടുതൽ കേൾക്കുന്നില്ല. അതിന്റെ ഭാഗമായി കേരളത്തിൽ രോഗം വളരെ വ്യാപകമായ രീതിയിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടായി. ഇന്ന് കേരളവും സുരക്ഷിതമാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കേരളത്തിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എണ്ണത്തിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും എന്നോട് സൂചിപ്പിച്ചു 22,000-ഓളം വരുന്ന ആളുകൾക്ക് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട അതിൽ പകുതിയോളം ആളുകളും കേരളത്തിൽ നിന്നാണ് എന്നുള്ളത് കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ലോകം കോവിഡിന്റെ ഭീതിയിൽ നകന്നുപോയി നമുക്കിപ്പോഴും പറയാൻ വേണ്ടി പറ്റില്ല. ഒരുപക്ഷെ ഒരു മൂന്നാം തരത്തിലുള്ള സാഹസത്തെ കുറിച്ച് നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു ഭീഷണി നൽകുന്നുണ്ട് എന്നുള്ള യാത്ര മനസ്സിലാക്കണം. വരും എന്ന ഉറപ്പിലല്ല, വരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വേണം കോവിഡ് രോഗത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇന്നലെകളിൽ എന്നതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത് അത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചു. ആണയിട്ട് പറയുന്നത് ബ്രേക്ക് എന്ന് പറയുന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നിനകത്ത് സാമൂഹിക അകലം പാലിക്കുക എന്ന് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കൂട്ടം കൂടിയിരിക്കുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് അസുഖമില്ല, എന്റെ കൂടെ ഇരിക്കുന്ന ആർക്കും തന്നെ അസുഖമില്ല, പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടം കൂടി ഇരുന്നുകൂടാ എന്നതാണ് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കും, ഇന്ന് കോവിഡ് പരിശോധന നടത്തി കോവിഡ് രോഗം സ്ഥിരീകരിക്കുന്നതിൽ നല്ലൊരു പങ്ക് ആളുകളും തുടക്കത്തിൽ 80% വരെയായിരുന്നു, ഇപ്പൊ ഏതാണ്ട് പകുതിയോളം വരുന്ന ആളുകൾ എന്ന് പറയാം. നല്ല ഒരു പങ്ക് ആളുകളും കോവിഡ് രോഗത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നവരല്ല. കോവിഡ് രോഗത്തിന്റെ രോഗാണുക്കൾ ശരീരത്തിലുള്ളവർ കോവിഡ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാതെ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് ഞാനാവാം, നിങ്ങളാവാം, നമ്മളിൽ ആരുമാവാം. നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകളിൽ ചില ആളുകളിൽ പക്ഷെ ലക്ഷണം കാണിക്കാതെ കോവിഡ് രോഗത്തിന്റെ വാഹകരായി നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെ നടക്കുന്നവരാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ ശാരീരികമായ ആരോഗ്യത്തിന്റെ മികവ് കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ അയാൾക്ക് രോഗം റിപ്പോർട്ട് കണ്ടുകൊള്ളണമെന്നില്ല, രോഗം കണ്ടുകൊള്ളണമെന്നില്ല എന്നുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർ പരിശോധനയ്ക്ക് വിധേയമായിക്കൊള്ളണമെന്നില്ല. 10 പേർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരിൽ ഒരാളോ രണ്ടാളോ കോവിഡ് രോഗാണോ വാഹകനാണെങ്കിൽ ഒരുപക്ഷെ ആ കൂട്ടത്തിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആ രോഗത്തിന്റെ സാക്ഷരത്തിലുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ 10 പേർക്കും രോഗം കിട്ടിക്കഴിഞ്ഞാൽ ആ 10 പേരും ഒരുപക്ഷെ നല്ല ചെറുപ്പക്കാരെന്ന ആരോഗ്യമുള്ള യുവാക്കളായിരിക്കാം. അവരിൽ 10 പേർക്കും ഒരുപക്ഷെ രോഗലക്ഷണം കാണിക്കപ്പെടണമെന്നില്ല. പക്ഷേ അവരങ്ങനെ കൂട്ടം കൂടി തിരിച്ചു പോകുന്നത് അവരുടെ വീടുകളിലേക്കാണ്. അവരുടെ വീടുകളിൽ അവരെ കാത്തിരിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ടവരുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, മക്കളുണ്ട്, അങ്ങനെ പലരുമുണ്ട്. നമ്മൾ കൊണ്ടുപോകുന്ന രോഗത്തെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കാണ്. നമ്മുടെ കുടുംബാംഗങ്ങളിൽ പലർക്കും ഈ രോഗം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രോഗം കിട്ടുന്നത് പോലെ ആയിരിക്കണമെന്നില്ല, ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇത് പോവാം, ഒരുപക്ഷെ മരണത്തിന് പോലും കാരണമായേക്കാം. അതുകൊണ്ട് കൂട്ടം കൂടി ഇരിക്കുക എന്ന് പറയുന്നത് ആത്മഹത്യപരമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവണം. ആരിൽ നിന്നും രോഗം പകരാം, ആർക്കും ആ രോഗം പകരാം എന്നുള്ള യാത്ര മുമ്പിലുണ്ടാവണം. നമുക്ക് രോഗത്തിന്റെ ലക്ഷണങ്ങളില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നാം സുരക്ഷിതമാണ് എന്ന ബോധം നമുക്കുണ്ടാവരുത്. നാം മറ്റുള്ളവർക്ക് അപകടമായിട്ട് മാറിയേക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കൂടെ ഇരിക്കുന്നവർ നമുക്ക് അപകടമായേക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് അപകടമായേക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ 1-2 പേർ ഇതിനെ കോവിഡ് രോഗം പിടിപെട്ട് മരിച്ചു പോയി. ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ 1-2 സ്ഥാപനത്തിൽ പോയ സമയത്ത് എന്റെ സുഹൃത്തുക്കളുടെ അന്വേഷിച്ചപ്പോൾ അത് കോവിഡ് രോഗം പിടിച്ച് മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ മുമ്പ് ജോലി ചെയ്ത തൃക്കലങ്കോട് പഞ്ചായത്തിലെ ചാരങ്കാവ് എന്ന് പറയുന്ന പ്രദേശത്ത് തലേ ദിവസവും അച്ഛനും പിറ്റത്തെ ദിവസവും അമ്മയും മരിച്ചു. അച്ഛനും അമ്മയും പുറത്തേക്ക് പോകാറില്ല, പക്ഷെ ഇവരുടെ ഒരു മകനുണ്ട്. എത്ര പറഞ്ഞാലും വീട്ടിൽ ഇരിക്കാറില്ല എന്ന് പറഞ്ഞത് പോലെയാണ്. ഇവന് ദാർഷ്ട്യം കൂടെ നഷ്ടപ്പെട്ടത് അച്ഛനും അമ്മയുമാണ്. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ രോഗം പടർന്നു പിടിക്കുന്ന ഒരു വലിയ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് കൂട്ടം കൂടിയിരിക്കുക എന്നുള്ളത് ആത്മഹത്യപരമാണ് എന്ന് യാത്ര നമ്മൾ തിരിച്ചറിയണം. ഒരു കാരണവശാലും മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങരുത്. മാസ്ക് ധരിക്കുക എന്ന് പറയുമ്പോൾ മാസ്ക് കൂടെ ഉണ്ടാവുക എന്നുള്ളതല്ല അർത്ഥം. മാസ്ക് ധരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ മൂക്കും
വായും കീഴ്ത്താടിയും മറച്ചു വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മാസ്ക് ധരിക്കണം. സർജിക്കൽ മാസ്ക് ആണ് എങ്കിൽ ഡബിൾ മാസ്ക് ധരിക്കണമെന്നാണ്, അല്ലെങ്കിൽ N95 മാസ്ക് ധരിക്കണമെന്നാണ് പറയുന്നത്. ഇനി ഇതിന് സാമ്പത്തികമായ ശേഷി ചുരുങ്ങിയ ഒരു മാസ്കിലും സർജിക്കൽ മാസ്കിലും നമ്മൾ ധരിക്കാൻ വേണ്ടി തയ്യാറാണ്. 3 ഇയർ മാസ്കിലും ധരിക്കാൻ വേണ്ടി തയ്യാറാണ്. ഞങ്ങൾ തന്നെ ധരിക്കുന്നത് ഞങ്ങൾക്ക് സ്വീകരിക്കുന്നതാണ്. അതൊന്നും നിങ്ങൾ പറയുന്നത് N95 മാസ്കും മറ്റു കൈയാകും. പക്ഷെ എന്തായാലും മാസ്ക് കൃത്യമായിട്ട് ധരിക്കാൻ നമ്മൾ തയ്യാറാണ്. അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവാൻ പാടില്ല. പലരും സംസാരിക്കുന്ന സമയത്ത് മാസ്ക് താഴെ വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന സമയത്ത് മാസ്ക് താഴത്തെ വലിച്ചു വെച്ചിട്ട് പ്രസംഗിക്കാറുണ്ട്. അങ്ങനെ മാസ്ക് വലിച്ചു വെച്ചോണ്ട് പിന്നെന്താ മാസ്ക് ധരിച്ചിട്ട് കാര്യം? സംസാരിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ മാസ്ക് ധരിക്കേണ്ടത്. കാരണം നാം സംസാരിക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെയാണ് നമ്മുടെ വായിൽ നിന്ന് കഫത്തുള്ളിൽ പുറത്തേക്ക് വരുന്നത്. ആ കഫത്തുള്ളിലാണ് രോഗം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ തീർച്ചയായിട്ടും ഒരു കാരണവശാലും മാസ്ക് താഴെ വലിച്ചു വെക്കാൻ വേണ്ടി തയ്യാറാകരുത്. നിർബന്ധമായിട്ടും മാസ്ക് ഉണ്ടാവും, പ്രത്യേകിച്ച് സംസാരിക്കുമ്പോഴും തുമ്മുമ്പോഴും. പിന്നെ ചുമയ്ക്കുന്ന സമയത്ത് താഴേക്ക് മാസ്ക് വലിച്ചിട്ട് ചുമയ്ക്കാറുണ്ട്. ഒരു കാരണവശാലും അത് പാടില്ല. അതാണ് മാസ്കിന്റെ ഉപയോഗം. മാസ്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് പോലീസിനെ പേടിച്ചാകുന്നത്. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അതിന് ഫൈൻ ഈടാക്കുന്ന സമയം ഉണ്ടായിരുന്നു. പിന്നീട് പോലീസിനെ എടുത്തു. അപ്പൊ പോലീസ് ഫൈൻ ഈടാക്കും മാസ്ക് ധരിക്കാതെ അവരെ കണ്ടുകഴിഞ്ഞാൽ. അപ്പൊ ഇപ്പൊ മാസ്ക് ധരിക്കുന്നത് എങ്ങനെയാ? ചുങ്കത്തറ പഞ്ചായത്തിൽ എനിക്ക് അത്ര വലിയ പക്ഷെ തൃക്കലങ്കോട് പഞ്ചായത്തിൽ എന്റെ കാറിന്റെ നമ്പറോ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ കാറിന്റെ കളറിന് സമാനമായ കളറുള്ള കാർ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ എല്ലാവരും മാസ്ക് ഇങ്ങനെ മുളക് വലിച്ചു. അങ്ങനെ പോലീസിനെ പേടിച്ച് അല്ലെങ്കിൽ പിഴ പേടിച്ചുകൊണ്ട് ആവരുത് നമ്മൾ മാസ്ക് ധരിക്കേണ്ടത്. പ്രിയമുള്ളത്, എനിക്ക് പറയാനുള്ളത് പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ മാസ്ക് ധരിക്കാത്തതിന്റെ ഭാഗമായി ഒരു പോലീസോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറോ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ഈടാക്കാവുന്ന പരമാവധി തുക എന്ന് പറയുന്നത്, പരമാവധി പിഴ എന്ന് പറയുന്നത് 1000 രൂപയായിരിക്കാം. പക്ഷെ മാസ്ക് ധരിക്കാത്തതിന്റെ ഭാഗമായി നിങ്ങൾക്ക് രോഗം റിപ്പോർട്ട് വിട്ടു കഴിഞ്ഞാൽ, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിലേക്ക് രോഗം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് 1000 രൂപയല്ല, 2000 രൂപയല്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനായിരിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയായിരിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളായിരിക്കാം. ഒരു നിയമപാലകനും ചുമത്താൻ കഴിയാത്ത വലിയ പിഴ കൊടുക്കേണ്ട ഗതികേട് അതിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാവും. അതുകൊണ്ട് മാസ്ക് ധരിക്കുക എന്ന് പറയുന്നത് പിഴ പിടിച്ചവരുത്, മറിച്ച് രോഗം പടർന്നു പിടിക്കാതിരിക്കാനാണ് എന്ന കൃത്യമായ ബോധത്തിന്റെ ഭാഗമായിട്ട് തന്നെയാവണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കുവാൻ. കൂടെ കൈ ശുചിയാക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മളെ സൂചിപ്പിച്ചു, നമ്മുടെ കഫത്തുള്ളിലൂടെ നമ്മുടെ പുറത്തേക്ക് വരുന്ന രോഗമാണ്. ആ കഫത്തുള്ളിയുടെ രോഗാണുക്കൾ പുറത്തു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതലങ്ങളിൽ തങ്ങി നിൽക്കുക. ആ പ്രതലങ്ങൾ നമ്മൾ കൈകൊണ്ടോ മറ്റോ തൊട്ട്, അല്ലെങ്കിൽ ഈ രോഗാണുക്കൾ വന്നുകൊണ്ടുള്ള നമ്മുടെ തൂവാലുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ, ഈ വസ്തുക്കൾ എങ്ങനെയെങ്കിലും നമ്മുടെ കണ്ണിലോ മൂക്കിലോ വായിലോ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് രോഗം എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ കൈകൾ എന്ന കൃത്യമായ തിരിച്ചറിവുണ്ടാവണം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് കൈകൾ ശുചിയാക്കാൻ തയ്യാറാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ മുൻവശത്ത് സ്ഥിരമായി തന്നെ വെള്ളം വയ്ക്കുവാനും അല്ലെങ്കിൽ കൈകൾ ശുചിയാക്കാൻ ആവശ്യമായ സംവിധാനം ഒരുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് എന്നൊരു നിർദ്ദേശം കൂടെ ഈ ഒരു സന്ദേശ പരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ വയ്ക്കും. വരുന്നവർക്ക് അവിടെ നിന്ന് കൈ കഴുകിക്കൊണ്ട് മാത്രം ഭാഗത്തേക്ക് കയറാനുള്ള സംവിധാനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അനുഭവമായിട്ടുണ്ടാവും. നമ്മുടെ സ്ഥാപനങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ സ്ഥാപനങ്ങൾ കൂടെ അണുനശീകരണം നടത്താൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. സാധാരണ ഇതിൽ ഒരു കുട്ടി ഉപയോഗിക്കുന്ന സാധനം അടുത്തൊരു കുട്ടി ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് അത് ശുചിയാക്കണം എന്നതാണ്. അതിന് പ്രായോഗികമായ സാഹചര്യങ്ങൾ പരിശോധിച്ച് കൂടെ നമ്മുടെ സ്ഥാപനങ്ങൾ ശുചിയാക്കാൻ ആവശ്യമായ സംവിധാനത്തെ കുറിച്ച് നമ്മൾ അറിയിക്കണം. ഇടയ്ക്ക് ബ്ലീച്ചിങ് പൗഡർ കൊടുത്തിരുന്നത് കൊണ്ട് ശുചിയാക്കുന്നത് നടത്തിക്കഴിഞ്ഞിട്ടുണ്ടാവുന്നതിനെ ഒരു ശതമാനം വരുന്ന ബ്ലീച്ചിങ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ബ്ലീച്ചിങ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 3 ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചുകൊണ്ട് ലായനി ഉണ്ടാക്കിക്കൊണ്ടാണ് ബ്ലീച്ചിങ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ കൂടെ നമ്മുടെ സ്ഥാപനങ്ങൾ അണുനശീകരണം നടത്താൻ വേണ്ടി നമ്മൾ തയ്യാറാവും. അതുപോലെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവർ, പനിയോ ജലദോഷമോ ചുമയോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെറുതാണെങ്കിൽ പോലും അവർ അന്ന് ക്ലാസ്സിൽ ഹാജരാവത് ശ്രദ്ധിക്കുക. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അധ്യാപകരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലീവ് കൊടുക്കാൻ വേണ്ടി തയ്യാറാവേണ്ടതുണ്ട്. ആ രീതിയിൽ നമുക്ക് COVID-19 രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉള്ള ആളുകൾ നിർബന്ധമായിട്ട് ക്ലാസ്സിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി അവർ തയ്യാറാവുക. ഒരുപക്ഷെ കോവിഡിന്റെ പ്രതിരോധം കുറ്റപ്പെടുത്തവരാണെങ്കിൽ പോലും
രോഗലക്ഷണം കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ ക്ലാസ്സിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അവർ തയ്യാറാവണം. ഏതെങ്കിലും ഒരു COVID-19 രോഗിയുമായിട്ട് സമ്പർക്കം പുലർത്തിയിട്ടുള്ള ആളുകൾ, അത്തരം സമ്പർക്കം പുലർത്തിയിട്ടുള്ള ആളുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ സമ്പർക്ക വിലക്കിൽ നിൽക്കാൻ വേണ്ടി തയ്യാറാവണം. ഇപ്പോ നമ്മൾ പറയുന്ന സമ്പർക്ക വിലക്ക് എന്ന് പറയുന്നത് 14 ദിവസമാണ്. ഒരു രോഗിയുമായിട്ട് ഒരു പ്രാഥമികമായ കോണ്ടാക്ട് ഉള്ള ആളുകൾ ഒരു 15 മിനിറ്റ് നേരം ഒരാളുമായി 1.5 മീറ്റർ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെയാണ് നമ്മൾ പ്രൈമറി കോണ്ടാക്ട് എന്ന് പറയുന്നത്. ക്വാറന്റൈനിലിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാനസികമായ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ 1 മണിക്കൂർ സമയം പോലും നമുക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടി കഴിയില്ല. ഒരുപക്ഷെ നമ്മൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ നമ്മൾ ക്ഷമിച്ചിരിക്കും. 1-2 ദിവസം കഴിയുമ്പോഴേക്കും മാനസികമായി നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകും. ഞങ്ങൾക്ക് ആദ്യ ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രയാസം നേരിടുന്ന സാഹചര്യമാണ്. കോവിഡ് രോഗികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോവിഡ് രോഗികളെയോ അല്ലെങ്കിൽ കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ട ആളുകളോ സമ്പർക്ക വിലക്കിൽ നിന്ന് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്വാറന്റൈൻ നിർത്തിക്കഴിഞ്ഞാൽ തുടർന്നുള്ള ദിവസങ്ങൾ ഞങ്ങൾ അവർ വിളിക്കും. അങ്ങനെ വിളിക്കുന്ന സമയത്ത് പലപ്പോഴും വലിയ രീതിയിലുള്ള വിഷമത്തോടു കൂടിയാണ്, പ്രയാസങ്ങളോട് കൂടിയാണ് ഞങ്ങളോട് തിരിച്ചു സംസാരിക്കുക. 1-2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് വിളിക്കുന്ന വിളികളിൽ പക്ഷേ 1-2 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. സമയത്തിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അധികം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് ഞങ്ങൾ ആ ഫോൺ ഒരുപക്ഷെ അത് വഴിയെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഒരുപക്ഷെ വിളിക്കാനേ വ്യക്തി അവിടെ ഉണ്ടാവില്ല, ബാക്കി ഉണ്ടാവില്ല. അവിടെ ഉത്തരങ്ങൾ കെട്ടിത്തൂങ്ങിച്ചാവുന്ന സാഹചര്യം പോലും ഉണ്ടാവും. അത്രയും മാനസികമായ സംഘർഷങ്ങൾ അവർ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു സെക്കൻഡുകൾക്ക് ഇത്രയേറെ ജീവന്റെ വിലയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടങ്ങളൊക്കെ. രാവും പകലുമില്ലാതെ ഞങ്ങൾക്ക് നിരന്തരമായ ഫോണുകളായിരുന്നു. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ക്വാറന്റൈൻ നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസം ഉണ്ടാക്കും. പക്ഷേ ആ പ്രയാസം ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ പലരും ഇത് ക്വാറന്റൈൻ നിൽക്കേണ്ട സാഹചര്യം അവർ മറച്ചു വെക്കുന്ന സാഹചര്യമാണ്. ഇങ്ങനെ ക്വാറന്റൈൻ നിൽക്കുന്ന സാഹചര്യങ്ങൾ മറച്ചു വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇത്രയേറെ രോഗം പടർന്നു പിടിക്കാനുള്ള ഒരു യാത്ര കാരണം എന്നുകൂടെ മനസ്സിലാക്കണം. അതുകൊണ്ട് കോവിഡ് രോഗികളുമായി സമ്പർക്കം പുലർത്തിയുള്ള ആളുകൾ നിർബന്ധമായിട്ട് അവർ ക്വാറന്റൈൻ നിൽക്കാൻ വേണ്ടി തയ്യാറാണ്. എത്ര ദിവസം ക്വാറന്റൈൻ നിൽക്കണം? 14 ദിവസം ചുരുങ്ങിയത് ക്വാറന്റൈൻ നിൽക്കണം. എന്തുകൊണ്ടാണ് 14 ദിവസം എന്ന് പറയാൻ കാരണം? COVID-19 രോഗത്തിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 14 ദിവസമാണ്. എന്താണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും പറയാം. ഒരാളുടെ ശരീരത്തിനകത്ത് ഒരു രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ രോഗാണു മൂലം ഉണ്ടാകുന്ന രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നത് വരെയുള്ള സമയത്തെയാണ് രോഗത്തിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രോഗപ്രത്യക്ഷകാലം എന്ന് പറയുന്നത്. COVID-19 രോഗത്തെ സംബന്ധിച്ച് 2 ദിവസം മുതൽ 14 ദിവസം വരെയാണ് ക്വാറന്റൈൻ പീരീഡ് എന്ന് പറയുന്നത്. അഥവാ ഒരാളിൽ കോവിഡ് രോഗത്തിന് കാരണമാകുന്ന കൊറോണ വൈറസ് ഒന്ന് പിടിപെട്ട് കഴിഞ്ഞാൽ 14 ദിവസത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് രോഗലക്ഷണം കണ്ടു തുടങ്ങുമെന്നാണ്. അതുകൊണ്ടാണ് ഈ ലക്ഷണം കാണുന്ന ഈ 14 ദിവസം അദ്ദേഹം ക്വാറന്റൈനിൽ നിൽക്കുക. അതിനിടയ്ക്ക് ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ അവർ ടെസ്റ്റിന് വിധേയമാകുക, ഇല്ലെങ്കിൽ 14 ദിവസം കഴിഞ്ഞാൽ 14 ദിവസം ക്വാറന്റൈനിൽ നിൽക്കണം. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും നേരത്തെ സൂചിപ്പിച്ച ഉത്പാദന മേഖലയ്ക്ക് നിശ്ചലമായ കാര്യത്തിൽ സംസാരിച്ച പോലെ കഴിഞ്ഞ 1-1.5 വർഷക്കാലമായി നമ്മുടെ ഓഫീസിലെ പ്രവർത്തനത്തിന് താളത്തിൽ കിടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് സമൂഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ജീവനക്കാർ അവർക്ക് 7 ദിവസം മാത്രമേ ലീവ് കൊടുക്കൂ എന്ന് പറയുന്നുണ്ട്. തുടർന്നുള്ള 7 ദിവസം അത് സമ്പർക്ക വിലക്കിന് സമാനമായ രീതിയിൽ മാത്രം ഓഫീസിൽ ഹാജരാവുക, ഡ്യൂട്ടി ചെയ്യുക എന്നാണ് പറയുന്നത്. എന്തായാലും 14 ദിവസം സമ്പർക്ക വിലക്ക് തന്നെയാണ്. അപ്പൊ അങ്ങനെ സ്വയം അതിനുവേണ്ടി തയ്യാറാവണം നമ്മൾ. ആരൊക്കെയായിട്ട് സമ്പർക്കത്തിലേക്ക് പോകേണ്ടി വരും? എനിക്ക് രോഗം ഇന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലക്ഷണം കാണിച്ചിട്ടാണെങ്കിൽ ലക്ഷണം കാണിക്കുന്നതിന് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ ആ രോഗം പരത്താൻ തുടങ്ങുമെന്നാണ്. അപ്പൊ നമുക്ക് രോഗലക്ഷണം കാണുന്നതിന് മുമ്പെയുള്ള 2 ദിവസം മുമ്പ് മുതൽ രോഗലക്ഷണങ്ങൾ കണ്ടതിന് ശേഷമുള്ള 10 ദിവസം വരെ അവര് രോഗം പടർത്താൻ കഴിയുന്ന സമയമാണ്. എന്റെ ശരീരത്തിനകത്ത് പനിയോ ചുമയോ ഒക്കെ കണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ എനിക്ക് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എന്നാണോ എനിക്ക് പനി തുടങ്ങിയത് അതിന് 2 ദിവസം മുമ്പെയുള്ള ദിവസം ഞാനുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ക്വാറന്റൈനിൽ നിൽക്കണം. രോഗലക്ഷണം കണ്ടു തുടങ്ങി 10 ദിവസം വരെ ഞാനുമായി സമ്പർക്കമായെങ്കിലും പുലർത്തിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ക്വാറന്റൈനിൽ നിൽക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടുകാരെ നിർബന്ധമായിട്ട് ക്വാറന്റൈനിൽ വരുന്ന സാഹചര്യം ഉണ്ടാവും. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ തന്നെ ഒരുപാട് പേരുണ്ടാവും. പലരും അത് പറയാറില്ല. നമുക്കിപ്പോ വരുന്നത് 2.5 അഥവാ ഒരു കോവിഡ് രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 3-ൽ താഴെയുള്ള സമ്പർക്കത്തിൽ ഏർപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് മാത്രമേ ഇപ്പോഴും നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി കഴിയുന്നത്. പലരും മറച്ചു വയ്ക്കുക. അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക്
ശ്രദ്ധിക്കുവാനുള്ളത്, നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു കോവിഡ് രോഗിയുമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു കോവിഡ് രോഗിക്ക് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് 2 ദിവസത്തിന് മുമ്പ് മുതൽ കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് 10 ദിവസം വരെയുള്ള കാലയളവിൽ അദ്ദേഹവുമായി ഏതെങ്കിലും തരത്തിലുള്ള സമ്പർക്കം പുലർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയമേവ തന്നെ ആ കാര്യം വെളിപ്പെടുത്തി നിങ്ങൾ സ്വയം ക്വാറന്റൈനിൽ പോകാൻ വേണ്ടി തയ്യാറാവുക. 14 ദിവസം ക്വാറന്റൈനിൽ പോകാൻ വേണ്ടി തയ്യാറാവുക. ആ 14 ദിവസത്തിലേക്ക് രോഗലക്ഷണം വല്ലതും കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ RT-PCR ടെസ്റ്റ് നടത്തുക. ടെസ്റ്റ് നടത്തിയതിനു ശേഷം ലക്ഷണം ഉണ്ടെങ്കിൽ അറിയുന്ന സ്ഥലത്തിലും മതി. ടെസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഇനി രോഗിയാണെങ്കിൽ ആ രോഗം ഇത് ലക്ഷണം കാണിക്കുന്നവരാണ്. ലക്ഷണം കാണിക്കാതെ ചിലപ്പോൾ നമ്മൾ പോസിറ്റീവ്. ഇപ്പൊ നമ്മൾ കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ട് RT-PCR ടെസ്റ്റ് നടത്താറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലക്ഷണമില്ലാത്ത നിങ്ങൾക്ക് പോസിറ്റീവ് ആവും. അവർ ടെസ്റ്റിന് കൊടുത്ത സാമ്പിൾ കൊടുത്ത ദിവസത്തിന് 2 ദിവസം മുമ്പ് മുതൽ സാമ്പിൾ അങ്ങനെ പോസിറ്റീവ് ആകുന്നുവെങ്കിൽ അവർ രക്തസാമ്പിൾ കൊടുത്തതിന് 2 ദിവസം മുമ്പ് മുതൽ സാമ്പിൾ കൊടുത്തതിനു ശേഷം 10 ദിവസം വരെയുള്ള കാലയളവിൽ ആ രോഗികളുമായി സമ്പർക്കം പുലർത്തിയവരാണ് ക്വാറന്റൈനിൽ പോകേണ്ടത്. ആ രീതിയിൽ നമ്മൾ ക്വാറന്റൈനിൽ പോകാൻ ചെയ്യണം. രോഗം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ RT-PCR ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് വ്യക്തിയാണെങ്കിലും ടെസ്റ്റിന് കൊടുത്ത അന്ന് മുതൽ ടെസ്റ്റിലെ റിസൾട്ട് വന്നവരെ നെഗറ്റീവ് റിസൾട്ട് ആണ് എന്ന് ഉറപ്പാക്കുന്നവരെ മറ്റുള്ളവരുമായി ഇടപഴകാൻ പാടില്ല. കോവിഡ് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ 10 ദിവസം നിർബന്ധമായിട്ടും അവർ ഹോം ഐസൊലേഷനിൽ നിൽക്കണം. കടുത്ത പ്രയാസങ്ങളില്ലെങ്കിൽ, കടുത്ത പ്രയാസങ്ങളുണ്ടെങ്കിൽ അവർ ആശുപത്രിയിലേക്ക് മാറ്റിട്ട് വരും. അതല്ല ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവർ നിർബന്ധം, പ്രയാസങ്ങൾ ഒന്നും നിങ്ങൾക്ക് പ്രത്യക്ഷമായി കാണുന്നില്ലെങ്കിൽ പോലും അവർ നിർബന്ധമായിട്ടും ക്വാറന്റൈനിൽ നിൽക്കണം. ഇപ്പോഴുള്ള പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ടെസ്റ്റ് നടത്തി പോസിറ്റീവായി, ഗവൺമെന്റ് ആശുപത്രിയാണ് പോസിറ്റീവ് ആയെങ്കിൽ പിന്നെ പ്രൈവറ്റ് 2-3 പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ട് എപ്പോഴാണ് നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്നവരെ അതുവരെ ടെസ്റ്റ് ചെയ്യുന്ന സ്വഭാവമാണ്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ വലിയ രീതിയിലുള്ള ടെസ്റ്റ് പോസിറ്റീവായി കഴിഞ്ഞാൽ പോസിറ്റീവായ വ്യക്തികൾ ടെസ്റ്റ് റിസൾട്ട് കിട്ടും എന്നാണോ അവർ ടെസ്റ്റ് ഒന്നുകിൽ ലക്ഷണം തുടങ്ങി കഴിഞ്ഞ ശേഷം 10 ദിവസം വരെ, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടി ടെസ്റ്റ് ചെയ്ത അന്ന് തൊട്ട് 10 ദിവസം വരെ നിർബന്ധമായിട്ട് അവർ ഹോം ഐസൊലേഷൻ, ടെസ്റ്റ് നടത്തിയ അന്ന് തൊട്ട് 10 ദിവസം വരെ നിർബന്ധമായിട്ട് അവർ ഹോം ഐസൊലേഷൻ നിൽക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം നേരത്തെ പറഞ്ഞു, രോഗത്തിന്റെ ഇൻഫെക്ടിവിറ്റി പീരീഡ് എന്ന് പറയുന്നത് -2 + 10 ആണ്. എന്ന് വെച്ചാൽ രോഗലക്ഷണങ്ങൾ കാണുന്നതിന് മുമ്പുള്ള 2 ദിവസം മുതൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി 10 ദിവസം വരെയുള്ള സമയം അദ്ദേഹം രോഗം പടർത്താൻ കഴിവുള്ള വ്യക്തിയാണ്. അങ്ങനെ സമൂഹത്തിൽ രോഗം പടർത്താൻ കഴിവുള്ള ഈ സമയത്ത് മറ്റുള്ളവരുമായി ഇടപെടലിൽ നിന്ന് അവർ മാറി നിൽക്കുക. അതാണ് ഹോം ഐസൊലേഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അത്രയും കാലം നിർബന്ധമായിട്ട് അവർ ഹോം ഐസൊലേഷനിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവും. കഴിയുന്നതും സ്ഥാപനങ്ങളിൽ തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് ടെമ്പറേച്ചർ നോക്കിയിട്ട് കുട്ടികളെ പ്രവേശിപ്പിക്കുന്നതാണ് നല്ലത്. അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം. പനിയുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ക്ലാസ്സിൽ നിന്ന് മാറ്റി നിർത്തുക. ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ കൂട്ടത്തോടുകൂടി എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രയാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി 1-2 വ്യക്തികൾ സ്വയം അത്തരം ബുദ്ധിമുട്ടുകൾ സഹിക്കുക എന്നുള്ളത് മാത്രമേ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിർബന്ധമായിട്ടും അത് ചെയ്യുക. സ്ഥാപനത്തിൽ ഓരോ വിദ്യാർത്ഥിയും വരുമ്പോഴും സ്ഥാപനം വിട്ട് തിരിച്ചു പോകുന്ന സമയത്തും നിർബന്ധമായിട്ടും നമ്മുടെ ഗേറ്റിന്റെ സമയം വെച്ചിരിക്കുന്നത് അതൊക്കെ വെക്കണം എന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സാനിറ്റൈസറോ അല്ലെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ചുകൊണ്ട് കൈ ശുചിയാക്കിയതിനു ശേഷം മാത്രമേ കോമ്പൗണ്ടിലേക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. കോമ്പൗണ്ട് അകത്തേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോഴും അങ്ങനെ മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അത് നിങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാരണവശാലും കൂട്ടം കൂടി ഇരിക്കാൻ വേണ്ടി പാടില്ല. അത് ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളാണ്, കുട്ടികളാണ്, നിങ്ങൾ സ്കൂൾ തുറന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് ആരോഗ്യങ്ങൾ ഏറെ ഉണ്ടാവും. നിങ്ങൾ പ്രായം ഞങ്ങൾക്ക് കഴിഞ്ഞു പോകുന്നതാണ് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ COVID-19 രോഗത്തെ 100% പിടിച്ചു കിട്ടാൻ നമുക്ക് കഴിയുന്നവരെയുള്ള സമയത്ത് ഇത്തരം ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി ഇടപെടെടുക്കണം. ഒരു കാരണവശാലും നമ്മുടെ കോളേജ് ക്യാമ്പസിനകത്ത് കൂട്ടം കൂടിയിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ശൗചാലയങ്ങൾ ആരോഗ്യകരമായ രീതിയിൽ ഉപയോഗിക്കേണ്ടതും അവ നിശ്ചിത കാലയളവിൽ നേരെ സൂചിപ്പിച്ച പോലെ ബ്ലീച്ചിങ് ലായനി ഉപയോഗിച്ചുകൊണ്ട് ശുചീകരണം നടത്തലും നിർബന്ധമാണ്. നമ്മുടെ വാൾട്ടർമാരുടെ സിസ്റ്റമാറ്റിക് വാൾട്ടർമാരുടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തിന് നമ്മളതിന്റെ ടാപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നമ്മളൊക്കെ എല്ലാവരും കോമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അവിടെ നമ്മൾ പോകുന്ന സമയത്ത് കൈ ശുചിയാക്കാൻ ശ്രദ്ധിക്കണം. കൂടെ നമ്മൾ ശുചിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാതിൽപ്പടികളും മറ്റൊക്കെ ആ വാതിൽപ്പടിയിലും മറ്റൊക്കെ തന്നെ രോഗാണുക്കൾ തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്.
അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ഇത്തരം വാതിലുകൾ പൂർണ്ണമായിട്ടും തുറന്നു വയ്ക്കുക. നേരത്തെ ഇവിടെ പ്രിൻസിപ്പൽ സാർ പറഞ്ഞു, ഇത് നമ്മളെ AC ഉള്ള ഒരു റൂമാണ്. പക്ഷെ നമ്മളിപ്പോ AC ഉപയോഗിക്കുന്നില്ല. അത് കോവിഡ് പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. AC ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മള് കഫത്തുള്ളിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് അന്തരീക്ഷം തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അടച്ചിട്ട മുറിക്കകത്ത് പരസ്പരം അത് കൈമാറാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ രോഗാണുവിന് അതിജീവനശേഷിയും കുറച്ച് കൂടുതൽ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് AC ഉപയോഗിക്കരുത് നമ്മൾ നിർബന്ധം പറഞ്ഞിരിക്കുക. AC ഉപയോഗിക്കാതെ ശ്രദ്ധിക്കുക. അഥവാ നിവൃത്തികളുടെ ഉപയോഗിക്കുന്നതിൽ 24°C 27°C ഇടയ്ക്കുള്ള ടെമ്പറേച്ചർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നിവൃത്തിയിലേക്ക് ഉപയോഗിക്കുന്നതിൽ മാത്രം കഴിയുന്നതും അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വാതികൾ തുറന്നിടുക. കാറ്റും വെളിച്ചവും നന്നായിട്ട് തട്ടാവുന്ന രീതിയിൽ വാതികൾ തുറന്നിടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നേരത്തെ സൂചിപ്പിച്ച് വാതിലൊക്കെ തന്നെ പിടികളൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നമ്മൾ വാതിൽപ്പിടിയിൽ പിടിക്കുന്ന സാധ്യത നമുക്ക് അതിന്റെ ഭാഗമായിട്ട് ഒഴിവാക്കാൻ പറ്റും. ക്യാൻറ്റീനുകൾ നമുക്കുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ക്യാൻറ്റീൻ ഉണ്ടോ? ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ അവിടെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രം ക്യാൻറ്റീൻ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി അനുവദിക്കാൻ വേണ്ടി പാടുള്ളൂ. കമ്പ്യൂട്ടറുകളോ മറ്റൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ മൗസും കീയും ഒക്കെ തന്നെ നമ്മള് 70% ആൽക്കോൾ കൊണ്ടിട്ടുള്ള വൈപ്പുകൾ നമുക്ക് വാങ്ങാൻ വേണ്ടി വരും. അത് ഉപയോഗിച്ചിട്ട് ഇടയ്ക്ക് കൂടെ നമുക്ക് തുടച്ച് വൃത്തിയാക്കുക. കഴിയുന്നതും ഒരാൾ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന രീതി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് നന്നാവുക. നമുക്ക് കോളേജിലെ വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനത്തിൽ നിർബന്ധമായിട്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കഴിയുന്നതും ഡ്രൈവർമാരെ പ്രത്യേകമായ കമ്പാർട്ട്മെന്റ് ആക്കിയിട്ട് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം ഒരു പ്രത്യേകമായ കമ്പാർട്ട്മെന്റ് ആക്കിയിട്ട് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാതെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓരോ ട്രിപ്പ് കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാലും തിരിച്ചു വരുന്നതിനിടയ്ക്ക് നമുക്ക് വാഹനം ഒന്ന് ശുചിയാക്കേണ്ടതുണ്ട്, വൃത്തിയാക്കേണ്ടതുണ്ട്. ഒരു തവണ വൃത്തിയാക്കി കഴിഞ്ഞാൽ 20 മിനിറ്റെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ അടുത്ത കുട്ടികൾക്കകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ എന്നതാണ്. അപ്പൊ കുട്ടികളെ ഇറക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ വൃത്തിയാക്കിയിട്ട് ശേഷം തിരിച്ചു വന്നു കഴിഞ്ഞാൽ സമയം നമുക്ക് അതിന് ഭാഗമായിട്ട് കിട്ടും. നമ്മുടെ സ്വന്തമായിട്ട് വാഹനമാണെങ്കിൽ നമ്മള് അതിന്റെ പിടി, അതുപോലെ സ്റ്റാറിംഗ് പോലെയുള്ള നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഭാഗമുണ്ട്. അതൊക്കെ തന്നെ നമ്മൾ നേരത്തെ വൈപ്പുകളോ അല്ലെങ്കിൽ സാനിറ്റൈസറോ ഉപയോഗിച്ചിട്ട് കൂടെ ശുചിയാക്കാൻ വേണ്ടി നമ്മൾ അതിന് ഭാഗമായിട്ട് ശ്രദ്ധിക്കും. നമ്മൾ സ്ഥാപനത്തിന് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് അകത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കൊക്കെ തന്നെ വീട്ടിൽ മിക്കവാറും പുറത്തൊരു കിടന്നുണ്ടാവും, കുളിമുറി ഉണ്ടാവും. പുറത്ത് കുളിമുറിയിൽ വെച്ചിട്ട് നമ്മൾ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. നമ്മുടെ വസ്ത്രങ്ങൾ സോപ്പ് ഉപയോഗിച്ച് മറ്റൊക്കെ തന്നെ നമ്മൾ നന്നായിട്ട് ക്ലീനാക്കി കഴിയുന്നതും വെയിലിട്ട് ഉണക്കി ഇസ്തിരി ഇട്ടതിന് ശേഷം മാത്രമേ തുറന്നത് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. നേരിട്ട് വീട്ടിനകത്തേക്ക് കയറിയിട്ട് പിന്നീട് രോഗം കൊണ്ട് കൊടുത്തതിന് കൂടി കുളിച്ചിട്ട് കഴിയും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ സ്വയം ശുചിയാക്കിയ ശേഷം നമ്മൾ അഥവാ നമ്മുടെ കോളേജുകളിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അബദ്ധവശം നമുക്ക് രോഗം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞ രോഗം നമ്മുടെ വീട്ടിലെ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയും വാശിയും നമ്മൾ കാണിക്കും. ആ രീതിയിൽ വ്യക്തിശുചിത്വം പാലിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്വയം ശുചിയാക്കിയ ശേഷം മാത്രം വീട്ടിനകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. നമ്മൾ ഉപയോഗിച്ച മാസ്ക് നമ്മൾ ഒരു കാരണവശാലും പുറം ഭാഗത്ത് ഒപ്പം പാടില്ല. ഞാൻ സൂചിപ്പിച്ചു, ഉപയോഗിച്ച മാസ്കുകൾ ഒരു കാരണവശാലും പുറത്ത് വലിച്ചെറിയും. ഇപ്പോ പലയിടങ്ങളിലും നമ്മൾ കാണാറുണ്ട് ഉപയോഗിച്ച മാസ്ക് പുറത്തേക്ക് വലിച്ചെറിയും. നമ്മൾ മാസ്ക് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വായിൽ നിന്നുള്ള കഫത്തുള്ളിലും മറ്റു അല്ലെങ്കിൽ രോഗാണുക്കളുള്ള സ്രവങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി അത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾ മാസ്ക്. മറ്റുള്ള ഒരാളിൽ നിന്ന് നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് രോഗാണുക്കളിൽ നമ്മൾ രോഗിയാണ് എങ്കിലും നമുക്ക് നമ്മുടെ രോഗം മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി കൂടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് മാസ്ക്. ഈ മാസ്ക് നമ്മൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ കാർക്കിച്ച് തുപ്പതിന് തുല്യം തന്നെയാണ്. രോഗം സമൂഹത്തിലേക്ക് പടത്തിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കുന്ന മാസ്കുകൾ പുറത്തേക്ക് വലിച്ചെറിയരുത്. കാർക്കിച്ച് തുപ്പരുത് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ മാസ്കുകൾ പുറത്തേക്ക് വലിച്ചെറിയാൻ പാടില്ല. നമ്മൾ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തുണി മാസ്കുകളാണ് അല്ലെങ്കിൽ വീട്ടെത്തിക്കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് സോപ്പ് ഡിറ്റർജന്റ് ഉപയോഗിച്ചുകൊണ്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വെയിലിട്ട് ഉണക്കി ഇസ്തിരിട്ടതിന് ശേഷം മാത്രം അടുത്ത തവണ ഉപയോഗിക്കുക. ആവശ്യം ഉപയോഗിക്കാൻ കഴിയാത്ത ഡിസ്പോസബിൾ മാസ്കുകളാണെങ്കിൽ അത് തിരിച്ചതിന് ശേഷം അത് തീയിലിട്ട് കത്തിക്കുക. നമ്മൾ എന്തെങ്കിലും കാരണവശാൽ മാസ്കുകൾ ഒരു ദിവസം ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ
അങ്ങനെയുള്ള മാസ്കുകൾ നമ്മുടെ തന്നെ കയ്യിൽ സൂക്ഷിക്കാൻ ആവശ്യമായി നമ്മുടെ കയ്യിലുള്ള ബാഗുകളിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറോ മറ്റൊക്കെ നമ്മൾ കരുതി വെക്കുക. ആ മാസ്ക് അതിനകത്ത് കിട്ട് വീട്ടിൽ തിരിച്ചത് സുരക്ഷിതമായി നശിപ്പിക്കുക എന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും. ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കി നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. കൂടുതൽ നമ്മുടെ കോളേജുമായി ബന്ധപ്പെടാത്ത കാര്യമാണ്. നമ്മുടെ വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മിക്കവാറും 2 ദിവസത്തെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടാവും. അവർ വരുന്ന സമയത്ത് വിമാനത്താവളത്തിൽ നിന്ന് അവരുടെ സ്വയമുള്ള ആർട്ടിഫിഷ്യൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ ശരിയായിരിക്കും. പക്ഷെ എങ്കിലും 7 ദിവസം നിർബന്ധമായിട്ടും അവര് നിരീക്ഷണത്തിൽ നിൽക്കണം. എന്തെങ്കിലും അസുഖങ്ങൾ അവർക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് അവർക്ക് പരിശോധിക്കാൻ വേണ്ടി അവർ സ്വയം നിരീക്ഷിക്കുക. ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ടെസ്റ്റ് നടത്തുക, ഇല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആവും. ഇനി അത് തന്നെ UK-യിൽ നിന്നോ ബ്രസീലിൽ നിന്നോ സൗത്ത് ആഫ്രിക്കയിൽ നിന്നോ വരുന്ന ആളുകളാണെങ്കിൽ അവർ 7 ദിവസം കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ, അവർ 2 ഡോസ് വാക്സിനേഷൻ എടുത്ത ആളുകളാണെങ്കിൽ പോലും 7 ദിവസം കഴിഞ്ഞ് ആർട്ടിഫിഷ്യൽ ടെസ്റ്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ ടെസ്റ്റ് നെഗറ്റീവ് റിസൾട്ട് കിട്ടിയാൽ മാത്രമേ അവർക്ക് പുറത്തു കറങ്ങാവുള്ളൂ, ഇല്ലെങ്കിൽ 14 വേണം. എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ആഫ്രിക്കൻ വേരിയന്റ് വൈറസ്, ആ വൈറസ് മൂലം അവർക്ക് കോവിഡ് രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രോഗം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണ്, നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുന്നത് കാരണമായിട്ട് മാറും എന്നത് കൊണ്ടാണ് അവർക്ക് മാത്രം ഇത്തരം നിർബന്ധങ്ങൾ നമ്മൾ വെച്ചിട്ടുള്ളത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകൾ RT-PCR ടെസ്റ്റ് നടത്തി റിസൾട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 ഡോസ് വാക്സിനേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ക്വാറന്റൈൻ നിർബന്ധമില്ല, ഇല്ലെങ്കിൽ 14 ദിവസം നിർബന്ധമായിട്ടും ക്വാറന്റൈൻ. ഈ കാര്യങ്ങൾ നിങ്ങൾ വിദ്യാർത്ഥികളുടെ രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നതിന്റെ ശ്രദ്ധ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. കോവിഡ് രോഗത്തെ ഞാൻ സൂചിപ്പിച്ചു. കോവിഡ് രോഗത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയാവുന്ന തരത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞത് സമൂഹത്തിന്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇത്തരം സന്ദേശങ്ങൾ സ്വയമേവ കേരളീയ സമൂഹം ഒന്നടങ്കം ഏറ്റെടുക്കാൻ തയ്യാറായതിന്റെ ഭാഗമായിട്ടാണ്. ആ നിലയ്ക്ക് തന്നെ ഈ സമൂഹത്തിന്റെ ഭാഗമായി ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ സാമൂഹികമായി കൂട്ടായ്മ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. ജനകീയ പ്രതിരോധങ്ങൾ, കോവിഡ് രോഗത്തിനായിട്ടുള്ള ജനകീയ പ്രതിരോധങ്ങൾ നമുക്ക് ശക്തമാക്കി ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ നിർബന്ധമായിട്ടും നേരത്തെ സൂചിപ്പിച്ച മുഴുവൻ കോവിഡ് പ്രോട്ടോകോളും പരിപാലിക്കുന്നതിൽ നമുക്ക് ഉറപ്പാക്കാൻ ഉത്തരവാദിത്തമുണ്ട്, ബാധ്യതയുണ്ട്. നമ്മളത് ചെയ്യണം, നമ്മളെല്ലാവർക്കും ബാധ്യതയുണ്ട്. ഒപ്പം ആഘോഷങ്ങളും ആചാരങ്ങളും ബഹിഷ്കരിക്കാൻ വേണ്ടി തയ്യാറാവണം, അത് ഒഴിവാക്കാൻ വേണ്ടി തയ്യാറാവണം. അഥവാ ആരെങ്കിലും നിർബന്ധബദ്ധ നടത്തുവെക്കുന്നത് ബഹിഷ്കരിക്കണമെന്ന് തയ്യാറാവണം. ഇപ്പോഴും പൊതു ചടങ്ങുകൾക്ക് 50-ൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെയാണ്. ഇപ്പൊ ചെയ്യണം എന്താ, ചിലപ്പോ പോയി കഴിഞ്ഞാൽ 50 ആളുണ്ടാവും, പക്ഷെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്. സാധാരണ ഒരു ചടങ്ങിന് സർക്കാർ അനുവദിക്കുന്ന സമയം 2 മണിക്കൂറാണ്. 2 മണിക്കൂറിനകത്ത് പങ്കുപോകാൻ പറ്റുന്ന പരമാവധി ആളുകൾ എന്ന് പറയുന്നത് 50 പേരാണ്. പക്ഷെ 10, 500, 1000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. രോഗത്തിന്റെ പകർച്ചയ്ക്കുള്ള വലിയ സാധ്യതകളാണ്. ആ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ വീടുകളിൽ ചടങ്ങുകൾ നടത്തുന്നെങ്കിൽ അത്തരം ചടങ്ങുകൾ നടത്തരുത് എന്ന് നമ്മൾ പറയാൻ നമ്മൾ തയ്യാറാവണം. ഈ ഒരു കാലത്ത് ചടങ്ങുകൾ ചുരുക്കി നടത്തി കഴിഞ്ഞാൽ ആരും നമ്മുടെ കുറ്റം പറയില്ല. അഥവാ ചടങ്ങ് വലുതാക്കി നടത്തി കഴിഞ്ഞാൽ വരുന്നവരൊക്കെ നമ്മുടെ പ്രായിക്കൊണ്ടാണ് വരിക. എങ്ങനെയാ പോവാതിരിക്കുക, പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചാൽ പേടിച്ചിട്ടാണ് വരുന്നത്. ഈ നമ്മുടെ നിലനിർത്തുന്ന മറ്റുള്ള ആളുകൾ ഇതുപോലെ പൊങ്ങച്ചത്തിന്റെ ഭാഗമായോ മറ്റോ ഇത്തരം ചടങ്ങുകൾ നടത്തുന്നില്ല, ചടങ്ങുകൾ ബഹിഷ്കരിക്കണമെന്ന് തയ്യാറാണ്. ഒരു കാരണത്തിലും ഞാൻ അതിലേക്ക് പോയില്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ കഴിയണം. അവിടെ പങ്കെടുക്കേണ്ട 50-ൽ അത്യാവശ്യക്കാരായ ഒരാളാണ് ഞാൻ എന്ന് ബോധ്യമില്ലെങ്കിൽ 50 എന്ന് പറയുന്ന ഒരു കണക്കല്ല കേട്ടോ. പലരും ചോദിക്കണം 50 ആളുകൾ കൂടെ അസുഖം പറഞ്ഞില്ല, 54 ആളുകൾ അസുഖം പറഞ്ഞല്ല. പക്ഷെ അത് സന്ദേശമാണ്, ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അത്രയും കണക്കാക്കുന്നുള്ളൂ. അതുകൊണ്ട് അത്തരം ചടങ്ങുകൾ ബഹിഷ്കരിക്കാൻ വേണ്ടി തയ്യാറാണ്. കഴിയുന്നതും രോഗി സന്ദർശനം മലപ്പുറത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മലപ്പുറത്ത് മാത്രം എല്ലായിടത്തും ഉണ്ട്, പക്ഷെ മലപ്പുറത്ത് കൂടുതലുണ്ട്. രോഗികളെ സന്ദർശിക്കുക, സൗഹൃദ സന്ദർശനങ്ങൾ അനിവാര്യമാണ്, നിർബന്ധമാണ്, സമൂഹത്തിന് മാതൃകയാവുന്ന പ്രവർത്തനം തന്നെയാണ്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം രോഗി സന്ദർശനങ്ങളും അതുപോലെ തന്നെ സൗഹൃദ സന്ദർശനങ്ങളും നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി തയ്യാറാവുന്നു. രോഗികൾ
കോവിഡ് രോഗം വന്നു കഴിഞ്ഞാൽ മറ്റു അസുഖം പിടിപെട്ട ആളുകളാണെങ്കിൽ അവർക്ക് മരണസാധ്യത വളരെ കൂടുതലാണ് എന്ന് സൂചിപ്പിച്ചു. കേരളത്തിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ നല്ല ഒരു പങ്കാളികളും മറ്റ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അസുഖം പിടിപെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് രോഗി സന്ദർശനം യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹത്തോടെ ചെയ്താണെങ്കിലും അവരെ സംബന്ധിച്ചും അത് അവർക്ക് ഉപദ്രവമായിട്ട് മാറുന്ന സാധ്യത. അതുകൊണ്ട് രോഗി സന്ദർശനങ്ങളും സൗഹൃദ സന്ദർശനങ്ങളും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി ഈ സമയത്ത് നമ്മൾ തയ്യാറാവും. കോളേജ് വിദ്യാർത്ഥികളാണ് സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്ര സന്ദർശനം നടത്തി അവിടെ നിന്ന് നിങ്ങൾക്ക് അസുഖം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല ഈ കോളേജിലെ മറ്റു കുട്ടികൾക്കും അത് പ്രയാസം ഉണ്ടാക്കും എന്നതുകൊണ്ടാണ് കോളേജിലെ കോവിഡ് പ്രോട്ടോകോളിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നതെന്ന് മാത്രം. നമ്മുടെ വീട്ടിൽ ദുർബല ജനവിഭാഗങ്ങളിൽ 10 വയസ്സ് താഴെയുള്ള കുട്ടികൾ, 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ, കിഡ്നി രോഗമുള്ള ആളുകൾ, ക്യാൻസർ രോഗമുള്ള ആളുകൾ, ഹൃദയ സംബന്ധമായ അസുഖമുള്ള ആളുകൾ, ഇവരൊക്കെ ഇതിലെ ഏറ്റവും ദുർബലമായ ജനവിഭാഗമാണ്. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ അവരെ കഴിയുന്നത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാതെ മറ്റുള്ള ആളുകളുമായി ഇടപഴകാതെ അവരെ സുരക്ഷിതമാക്കാൻ നമ്മൾ തയ്യാറാവുക. അതിന് സുരക്ഷിതത്വം വേണം, നല്ല വീട്ടിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകാതെ അവരെ സുരക്ഷിതമാക്കി മാറ്റിയെടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഇങ്ങനെ ഇത്തരം ഇപ്രകാരം തന്നെ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ നമ്മളെല്ലാവരും നിർബന്ധമായിട്ട് തയ്യാറാണ്. ഈ ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ 2020 ആദ്യത്തിൽ കോവിഡ് രോഗ പ്രതിരോധത്തിന് ലോകമാകമാനം പ്രകീർത്തിക്കപ്പെട്ടതുപോലെ വീണ്ടും പ്രകീർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവും. കോവിഡ് രോഗത്തെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ അത് തർക്കം വേണ്ട. ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ കേട്ടുള്ള ആൾക്കാരായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ കേട്ടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതാണോ ഇപ്പൊ ഇത്ര കാര്യം എന്നൊരു പക്ഷേ നിങ്ങളുടെ മനസ്സിനകത്ത് തോന്നുന്നുണ്ടാവാം. ഞാൻ സൂചിപ്പിക്കുന്നത്, നിങ്ങൾ മുഖേന ഇനി മറ്റുള്ള ആളുകളിലേക്ക് ഇത്ര സന്ദേശങ്ങൾ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും, ഇതാണോ ഇനി ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്, എനിക്കിപ്പോ എന്തിനാ അവർക്ക് ഇത് കൊടുക്കുന്ന ചോദ്യം ഉണ്ടാവും. പക്ഷെ അവിടെ ഒരു പ്രസക്തി ഉണ്ട്. എന്താണ് ഈ എത്ര തന്നെ കേട്ട് കഴിഞ്ഞാലും വീണ്ടും ഇത്രയും ക്ലാസ്സുകൾക്ക് പ്രസക്തി ഉണ്ട് എന്നുള്ളത് എന്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ സൂചിപ്പിക്കാം. 1992 ഞാൻ സർവീസിൽ വരുന്നത്. സർവീസിൽ വരുന്ന ആദ്യത്തെ സമയങ്ങളിലൊക്കെ തന്നെ ഞങ്ങളുടെ ക്ലാസ്സിലിരുന്ന സമയത്ത് അന്ന് പ്രധാനമായിട്ട് ക്ലാസ് ഉണ്ട് വയറിളക്ക രോഗം പിടിപെട്ടുകൊണ്ടാണ് കുട്ടികൾ മരിക്കുന്നത് കൂടുതൽ. അതുകൊണ്ട് മിക്കവാറും 3 ക്ലാസ് വെച്ചാൽ 2 ക്ലാസ്സും വയറിളക്ക രോഗത്തെ കുറിച്ചുള്ള ക്ലാസ് ആയിരിക്കും. അങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ 1-2 തവണ അംഗനവാടിയിൽ പോയ സമയത്ത് അവിടെ ഇരിക്കുന്ന അമ്മമാർ മുറുമുറുക്കുന്നത് ഞങ്ങൾ കേട്ടു. എന്താണ് ഇപ്പോൾ അവിടെ പോയിട്ട് ക്ലാസ്സും വയറിളക്കത്തെ കുറിച്ച് ക്ലാസ് ഉണ്ടാവും, ഇതല്ലേ ക്ലാസ് എടുക്കാൻ പോകുന്നത്. 1-2 തവണ കേട്ടപ്പോൾ ഞാൻ ആ ക്ലാസ് നിർത്തി മറ്റു ക്ലാസ്സുകളിലേക്ക് ഞാൻ പോയി. മറ്റു വൈവിധ്യമാർന്ന വിഷയങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി തുടങ്ങി. 1999 ഞാൻ വണ്ടൂർ പഞ്ചായത്തിലേക്ക് സ്ഥലമാറ്റം പോയി. അവിടെ വാണിയമ്പലം എന്ന് പറയുന്ന പ്രദേശത്തിന്റെ തൊട്ടടുത്തൊരു അങ്കപ്പുഴ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. 2020 ഏതാണ്ട് 2021 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് അവിടെ വയറിളക്ക രോഗം പിടിപെട്ടു. വയറിളക്ക രോഗം പിടിപെട്ട സമയത്ത് തന്നെ അവിടെയുള്ള പീഡിയാട്രീഷ്യൻ ഡോക്ടർ സമസ്താറിനെ അവർ കാണിച്ചു. സമസ്താർ അദ്ദേഹത്തോട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ തന്നെ കുട്ടിയെ അഡ്മിറ്റ് ആക്കണം, ഇല്ലെങ്കിൽ കുഴപ്പമാണ്. കുട്ടിയെ അഡ്മിറ്റ് ആക്കാൻ മടിച്ചിട്ട് കുട്ടിയുടെ വീട്ടുകാർ ഈ കുട്ടിയെ കൊണ്ട് തൊട്ടടുത്തുള്ള നാട്ടുവൈദ്യരുടെ അടുത്ത് ഒരു മൂല്യയുടെ അടുത്ത് പോയി. മൂല്യർ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു, കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പാടില്ല, കാരണം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വയറിളക്കി പോകും, കുട്ടിക്ക് അസുഖം കൂടും. ഇതായിരുന്നു പറഞ്ഞു. ഈ മൂല്യരെ എഴുതി കൊടുത്ത മരുന്നുമായിട്ട് അമ്മയും അച്ഛനും കുട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി, കാരണം ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ട ആവശ്യമില്ല. തുടർന്ന് വീട്ടിലെത്തി കുട്ടി വയറിളക്ക രോഗം പിടിപെട്ട് ശരീരത്തെ ജലാംശം നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായി കുട്ടിക്ക് ദാഹിച്ച് കുട്ടി അമ്മയോട് വെള്ളം ചോദിച്ചു കരഞ്ഞു. പക്ഷെ കുട്ടിയുടെ അമ്മയുടെ മനസ്സിലാക്കുന്നത് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് വീണ്ടും അസുഖം മൂർച്ഛിച്ചാലോ എന്ന് പേടിച്ചിട്ട് ഒരു കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ കുട്ടിയുള്ള സ്നേഹം പൂർണ്ണമായിട്ടും മനസ്സിൽ വെച്ച് കുട്ടിയെ നോക്കിയിരുന്നു കുട്ടിയുടെ അമ്മ. 2 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി മരിച്ചുപോയി. കുട്ടി മരിച്ചുപോയതിനു ശേഷം അന്ന് തൊട്ടടുത്ത ദിവസം ഈ വയറിളക്ക രോഗം മറ്റുള്ള കുട്ടികൾക്ക് പഠനം പിടിക്കാതിരിക്കാൻ ആവശ്യമായ പ്രതിരോധ പ്രവർത്തനം ഏറ്റെടുത്ത് ഞങ്ങൾ അതിന്റെ ഭാഗം ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആ ക്ലാസ്സിൽ ഞാൻ തന്നെയാണ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, വയറിളക്ക രോഗം പിടിപെട്ട കുട്ടികൾ മരിച്ചു പോകാൻ കാരണം കുട്ടിയുടെ ശരീരത്തിൽ നിന്നുള്ള ജലാംശം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കുട്ടികൾ മരിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം നഷ്ടപ്പെട്ട ജലാംശം തിരിച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് വാക്കുകൾ മുഴുമിക്കുമ്പോൾ തന്നെ സദസ്സ് നേരം വലിയ ഉച്ചത്തിൽ കരച്ചിൽ കിട്ടും. ആ കരച്ചിലോടുകൂടി കരയുന്ന വ്യക്തി പറഞ്ഞ മറ്റൊന്നുമായിരുന്നില്ല, എന്റെ കുട്ടി വെള്ളം ചോദിച്ച് ഒരുപാട് കരഞ്ഞല്ലോ, എന്റെ കുട്ടി മരിക്കുന്നതിന് മുമ്പ് ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഈ കുട്ടിയുടെ അമ്മ ആ ക്ലാസ്സിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കുട്ടിയുടെ അമ്മ ഉച്ചത്തിൽ കരയാണ്, മരിക്കുന്നതിന് മുമ്പ് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ.
ഒരിക്കലും ഞാൻ അമ്മയെ കുറ്റം പറയില്ല. യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഇത്തരമൊരു സന്ദേശം കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ശമ്പളം പറ്റുന്ന ജീവനക്കാരന് ഞാൻ എന്റെ ജോലിയിൽ കാണിച്ച അനുഭവമാണ് യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ മരണത്തിന് കാരണമെന്ന് എന്നും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 1992-93 കാലഘട്ടങ്ങളിൽ വളരെ രോഗത്തിന്റെ ക്ലാസിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കി വിചാരിച്ചിരുന്ന ഞാൻ 2001 വീണ്ടും തിരിച്ചറിയുകയാണ്. ഒരു കാലത്തും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ സന്ദേശങ്ങളുടെയും ബോധപ്രവർത്തനങ്ങളുടെയും പ്രസക്തി നഷ്ടപ്പെടുന്നില്ല എന്ന തിരിച്ചറിവ് 2001 എനിക്ക് വീണ്ടും ഉണ്ടാക്കിയിട്ടുള്ളത് ആ വീട്ടിന്റെ കുട്ടിയുടെ കുടുംബമാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ സമൂഹത്തിന് അവബോധമുണ്ടെങ്കിൽ പോലും ഈ അവബോധം വീണ്ടും വീണ്ടും അതിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ സംസ്കരിക്കപ്പെട്ടത് നിരന്തരമായി കേട്ട കാര്യങ്ങൾ തന്നെ നിരന്തരമായി കേട്ടതിന്റെ ഭാഗമായിട്ടാണ്. ഒരു സുപ്രഭാതത്തിൽ ഈ കോലത്തിലേക്ക് എത്തിയതല്ല നമ്മൾ. അതുകൊണ്ട് നിങ്ങൾ തുടർച്ചയായി നടത്തുന്ന ഇത്തരം സന്ദേശ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ വലിയ ചലനം ഉണ്ടാക്കാൻ കഴിയും. അത്തരം ചലനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ മുൻനിര പോരാളികളായി നിങ്ങൾക്ക് എല്ലാവർക്കും മാറാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഇത്തരം ഒരു സന്ദേശ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചതിൽ ആരോഗ്യവകുപ്പിന് വേണ്ടി നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. Thank you so much, sir. That was indeed motivating and extremely informative. We are so honored to have you here. If you have any doubts, please ask. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും കോവിഡ് പ്രോട്ടോകോൾ അവയർനെസ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് ചോദിക്കാവുന്നതാണ്. Okay, next I invite Shani Lalu, student convener, for vote of thanks. Good afternoon, one and all gathered here. I would like to present vote of thanks. It's a matter of pride for me that I got a chance to thank everyone present here. First of all, I would like to thank our chief guest, Mr. Jalil sir, who spared his time for making us more aware about the COVID protocol. Thank you, sir. Next, I extend my thanks to our beloved principal, Dr. Raju Thomas sir. Thank you, sir, for your all guidance and encouragement in our all efforts. I am also very grateful to thank our IQAC coordinator, Mr. Joe sir, for his presence. Thank you, sir. My heartfelt thanks to our HOD Jinay sir for organizing this program and making it successful. Thank you, sir. I owe special gratitude to the facilities and non-teaching staff who provide us a grateful support. Thank you, sir. Last but not least, I would thank my all friends. Once again, thank you all. Let's complete our program with national anthem. In the name of DBA department, we thank to all for joining this program and for better cooperation. Thank you.